മുഖപ്പാളിന്റെയും ഉള്ളിൽ വ്യക്തിപരമായ ഒരു അപൂർണത കനത്ത് മനം മറച്ചിലുണ്ടാക്കി. ആ ദിവസം ഓരോ തെയ്യക്കാരനും മൂക്കറ്റം കുടിച്ച് പാറമുള്ളിൽ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് ഉറങ്ങി. എന്നാൽ പുത്തൂരിൽ നിന്നും വന്ന ഒരു കലയപ്പാടി മുഖപ്പാള വെച്ചതും കുളിയൻകാവിൽ നിന്നും തുള്ളി ഉറഞ്ഞ് ചൂട്ടും ശൂലവുമായി ബംഗ്ലാവിന്റെ നേർക്ക് പാഞ്ഞു. മതിൽ കടന്ന് കാഞ്ഞിരത്തറയിലെത്തി. ചൂട്ടുകറ്റയുടെ പുക തട്ടിയതും ഇലപൊഴിഞ്ഞ അനാഥമായ കാഞ്ഞിരച്ചില്ലകളിൽ തളിരുകളുടെ മഷി പരന്നു. ഓട്ടുമണി കുലുക്കി ആർത്ത് വിളിച്ച് കുളിയൻ കാഞ്ഞിരത്തിനെ വലം വെച്ചു. പുലരാൻ കാലത്ത് ജഡ്കയിൽ ബംഗ്ലാവിന്റെ മുറ്റത്ത് വന്നിറങ്ങി കപ്പൽ യാത്രയുടെ ക്ഷീണം തീർക്കുകയായിരുന്ന സായിപ്പിന്റെ ഉറക്കം ഓട്ടുമണിയുടെ ഒച്ച വീണ് തകർന്നു. ജാലകവിരി മാറ്റിയപ്പോൾ താഴെ മരത്തിനടിയിൽ ഒരു വിചിത്ര ജീവി പാഞ്ഞു നടക്കുന്നത് സായിപ്പ് കണ്ടു. കണ്ണു തിരുമ്മി വിരൽ ഞൊടിച്ച് അയാൾ അങ്ങോട്ട് തന്നെ നോക്കി. ഏതോ ശിലായുഗത്തിലെ പ്രേതാർച്ചകനെ പോലെ ആ രൂപം സായിപ്പിൽ അസ്വസ്ഥത വരുത്തി. അയാൾ ഭിത്തിയിൽ നിന്നും തോക്കെടുത്ത് കാഞ്ഞിരത്തിന് നേർക്ക് ഉന്നം പിടിച്ചു. കഴുത്തിനു പിറകിൽ എന്തോ വന്ന് തുളയുന്നത് പോലെ കുളിയന് തോന്നി. പ്രതിധ്വനിക്കുന്ന വെടിമുഴക്കത്തിലേക്ക് കുളിയൻ തിരിഞ്ഞു നോക്കി. മട്ടുപ്പാവിൽ പുകയൂറുന്ന തോക്കുമായി ഒരു കൂറ്റൻ സായിപ്പ്. സായിപ്പിന്റെ വിരൽ ഒരാവർത്തി കൂടി കാഞ്ചിയിൽ അമർന്നതും നനയാന് ആടേക്ക് പോപ്പിച്ചിയപ്പ ഞാനിനി അങ്ങോട്ടില്ല എന്ന് തുളുവിൽ അങ്ങനെയാണ് പറയാം എന്ന നിലവിളിയോടെ കുളിയൻ മതിൽ ചാടി തോക്കിന്റെ നിർദ്ദയമായ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്ക് ഓടിമറഞ്ഞു. വാമൊഴിയിലൂടെ ചിലരുടെ കയ്യിൽ വെന്നുപെട്ട ഈ കഥയിലെ അപഹാസ്യനായ കലേപ്പാടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നതിനെപ്പറ്റി പരാമർശങ്ങളില്ല. പക്ഷേ നർമ്മത്തിന്റെ പിന്തുണയോടെ കഥ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടപ്പോൾ അതിലെ മുറിവേറ്റ കഥാപാത്രം ഇത്രയും കാലം ഈ ഇലവുമരത്തിൽ കൈകൾ തൂക്കിയിട്ട് ചോര വീഴ്ത്തുകയായിരുന്നു. ഇലവുമരം അതിന്റെ കൊമ്പുകളെ ഇത്രയും ഉയരത്തിൽ വളർത്തുവാൻ വേര് നീട്ടിയത് ഈ ചോരയിലേക്കായിരിക്കാം. മനുഷ്യനും ദൈവത്തിനുമിടയിൽ കടിച്ചു നിൽക്കുന്ന ആ വെടിയുണ്ട കലയപ്പാടിയുടെ പിൻകഴുത്തിൽ ഒരു വിരൽ ആഴത്തിൽ കുഴിച്ചു പോയിട്ടുണ്ട്. മാലിംഗ, സ്വത്വം നഷ്ടപ്പെട്ട ഒരു ശരീരത്തിൽ നിന്നും മനുഷ്യനും തെയ്യവും ഒരേ കൂറ്റിൽ വിളിച്ചു. എന്നെ ഒന്ന് മോചിപ്പിച്ചു തരുമോ? മാലിംഗൻ എന്നെ നോക്കി. കലയപ്പാടിയിലെ മനുഷ്യന് നേരെ ഒരു തിര കൂടി ചെലവാക്കിയാൽ തെയ്യത്തെ മോചിപ്പിക്കാം. പക്ഷേ അതൊരു ധാർമ്മികമായ പൊമ്പഴിയല്ല. ഒരേ സമയം തെയ്യത്തെയും മനുഷ്യനെയും മോചിപ്പിക്കാനുള്ള മാർഗം ആലോചിച്ച് മാലിംഗനോടൊപ്പം ഞാനും പ്രതിസന്ധിയിലായി. മുറിവേറ്റ ഒരു ശരീരം ഉന്നയിച്ച ചോദ്യത്തിനു മുമ്പിൽ ഈ നായാട്ടുകാർ തലകുരിച്ചു നിന്ന നിമിഷങ്ങൾ പരിചയസമ്പന്നനായ ഒരു ചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം ധാരാളമായിരുന്നു. അയാൾ ഇരവുമരത്തിന് ചുവട്ടിൽ റിട്ടയർ ജവാൻ ഹരിനായരെയും മാലിംഗനെയും വരച്ചുവെച്ചു. സൂക്ഷ്മമായ നിറക്കൂട്ടുകളിൽ കുളിയൻ പുനർജനിച്ചു. അവിടം തൊട്ട് പിന്നോട്ടയാൾ വരച്ചു പോവുകയും നായാട്ടിനുള്ള പുറപ്പാടിലെത്തുകയും ചെയ്തു. ഇനി മുന്നോട്ട് ഒരടി വെക്കണമെങ്കിൽ നായാട്ടുകാർക്ക് ഈ രേഖാചിത്രകാരന്റെ സമ്മതം കൂടിയേ തീരൂ. ഇലവുമരത്തിൽ നിന്നും രക്ഷയുണ്ടോ എന്ന ചോദ്യം കുളിയനിലേക്കും കലയപ്പാടിയിലേക്കും രണ്ട് ശാഖകളിട്ട് അപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഏറ്റവും നിർണായകമായ ഉത്തരം ആവശ്യപ്പെടുന്ന അവസാനത്തെ പേജിൽ മാലിംഗന്റെയും ഹരിനായരുടെയും തലയ്ക്ക് മേൽ ഒരു മറുപടിക്കോളം ഒഴിച്ചുവെച്ച് ചിത്രകാരനും കാത്തിരിപ്പായി. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മേജർ നായർ മാലിംഗനോട് പറഞ്ഞു, നമുക്ക് പോകാം, നമുക്ക് തിരിച്ചു പോകാം. തെയ്യത്തിനും മനുഷ്യനുമിടയിൽ നിന്ന് ഒരു ഉത്തരത്തിലൂടെ ആ വെടിയുണ്ട എപ്പോൾ നീക്കം ചെയ്യുന്നുവോ അന്ന് മാത്രമേ ഈ സചിത്ര പുസ്തകത്തിന്റെ കോളം കടന്ന് പുറത്തിറങ്ങാൻ പറ്റൂ എന്ന രഹസ്യം മാലിംഗൻ പറഞ്ഞതും മേജർ വിയർത്തു. ഒരു മാർഗവുമില്ലേ മാലിംഗ? പള്ളിക്കൂടത്തിലേക്ക് നടക്കുന്ന കുട്ടിയുടെ നിഷ്കളങ്കതയോടെ ഹരിനായർ ചോദിച്ചു. മാലിംഗൻ ദയനീയമായി ചിരിച്ചു. ഏതു മഹാവനത്തിൽ നിന്നും പുറത്തേക്കൊരു രക്ഷാമാർഗം തുറക്കാൻ മാലിംഗന് പ്രയാസമില്ല. പക്ഷേ ചോദ്യങ്ങളുടെ കൊടുങ്കാട്ടിന് മുമ്പിൽ, അതിലെ കണ്ണെത്താത്ത മരങ്ങൾക്ക് മുമ്പിൽ മാലിംഗൻ നിസ്സാരനായി. ഉത്തരം പറയാമോ എന്ന ദൗത്യം വായനക്കാരായ കുട്ടികൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഒരു സചിത്രകഥയിലെ നായാട്ടുകാർ എന്ന കഥാപതിപ്പിന്റെ ആദ്യ ലക്കം പുറത്തു വന്നത്. ഉത്തരം പറയുന്ന ആൾക്ക് നിരവധി സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്യാൻ തയ്യാറായ ഒരു മാർക്കറ്റിംഗ് ശൃംഖലയുടെ പരസ്യവാചകം കഥയുടെ കൂടെ അച്ചടിച്ചു വെച്ചിരുന്നു. വഴിയോര പുസ്തകശാലയുടെ മുമ്പിൽ സന്ദർശക മുറിയിലെ ടിപ്പോയ്ക്ക് മേൽ കിടക്കവിരിയിൽ അലസമായി എറിയപ്പെട്ട നിലയിൽ, സ്കൂൾ ബാഗിലാണെങ്കിൽ പാഠപുസ്തകങ്ങളുടെ വരൾച്ചയെ സ്വന്തം വർണ്ണചിത്രങ്ങളാൽ അലോസരപ്പെടുത്തിക്കൊണ്ട്, ഇങ്ങനെ എല്ലായിടത്തും ഈ ചിത്രകഥാ പുസ്തകം കാണാം. ഒഴിഞ്ഞ കോളത്തിൽ ഏതെങ്കിലും ഒരു കുട്ടി എഴുതി വെക്കാൻ സാധ്യതയുള്ള ഉത്തരവും പ്രതീക്ഷിച്ച് മാലിംഗനും മേജർ ഹരിനായർക്കും കുളിയനുമൊപ്പം ഞാനും കാത്തുനിന്നു. ഹരിനായരുടെ കൂടെ ടെന്നീസ് കളിക്കാനും വോഡ്ക പങ്കിടുവാനും എൻ്റെ മനസ്സ് തിടുക്കം കൂട്ടി. എൻ്റെ മകൻ സിദ്ധാർത്ഥന്റെ മുറിയിലെ ടേബിൾ ലാമ്പിന് ചുവട്ടിൽ അതാ കിടക്കുന്നു ചിത്രകഥയൊരെണ്ണം. ഓഫീസ് വിട്ടു വരുമ്പോൾ അവൻ്റെ അമ്മ പ്രത്യേകം വാങ്ങി ബാഗിൽ വെച്ചതാകാം. ഹോംവർക്ക് തീർത്ത് അവൻ കഥാപുസ്തകം എടുത്തു. തിരിയോല ചുറ്റി മുഖപ്പാള വെച്ച വിചിത്ര കഥാപാത്രം മുൻപേജ് തൊട്ട് അവനെ ആകാംക്ഷയിൽ കുടുക്കി. 4-ാമത്തെ പേജിലെത്തിയതും മേജർ നായരുടെ ഷൂസിനിടയിൽ കരിയിരകൾ ഞെരിയുന്നതിൻ്റെയും അത്താഴം കഴിഞ്ഞ് മാലിംഗൻ പുല്ലിൽ കൈതുടക്കുന്നതിൻ്റെയും ഒച്ച സിദ്ധാർത്ഥൻ കേട്ടു.
സായിപ്പിന്റെ വെടിയൊച്ചയിൽ അവന്റെ കാതുകൾ അടഞ്ഞു. നിലവിളിയുമായി മതിൽ ചാടിയ കുളിയൻ നേരെ വന്നു വീണത് അവന്റെ പരിഹാസ ചിരിയിലേക്കായിരുന്നു. ജിജ്ഞാസയുടെ തീയുമായി അവൻ സചിത്ര കഥയുടെ അവസാനത്തെ പേജിലെത്തി. തെയ്യത്തിനും മനുഷ്യനുമിടയിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ടയ്ക്ക് മുമ്പിൽ അവൻ ജ്വാലകൾ താഴ്ത്തി. ഈ കുട്ടി ഉത്തരം കണ്ടെത്തിയേക്കും, മേജർ നായർ പ്രത്യാശിച്ചു. തുണിസഞ്ചി തോളിലിട്ട് മാലിംഗൻ ചോദ്യങ്ങളുടെ കാട്ടിൽ നിന്നും പുറത്തു വരാൻ തയ്യാറായി. ഇലവുമരം ഒന്നിളകി. സിദ്ധാർത്ഥന്റെ മുഖത്ത് കടുത്ത ആലോചനകളൊന്നും കണ്ടില്ല. ഫ്രിഡ്ജ് തുറന്ന് ദാഹം തീർത്ത് കസേരയിലേക്ക് മടങ്ങിയ അവൻ ഇന്റർനെറ്റ് കണക്ഷനുള്ള തന്റെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ആദ്യം ഒന്ന് ട്രിഗർ ചെയ്തു. 4 വ്യത്യസ്ത ഉത്തരങ്ങൾ തിരഞ്ഞെടുത്ത് കോടീശ്വര മുദ്ര പരീക്ഷിച്ചു. നിരാശ തന്നെ ഫലം. സിദ്ധാർത്ഥൻ സമയം കളയാതെ അഡ്വൈസർക്ക് ഡയൽ ചെയ്തു. റിസീവറിൽ അവന്റെ ചങ്ങാതിയും നിശബ്ദനായി. അല്പമൊന്ന് മയങ്ങിയോ എന്നറിയില്ല. സിദ്ധാർത്ഥന്റെ മുറിയിൽ നിന്ന് 3 വെടിയൊച്ചകൾ ഞാൻ ആവർത്തിച്ചു കേട്ടു. കിതച്ചെത്തുമ്പോഴേക്കും നായാട്ടുകാരുടെ ചോരവീണ മുറിയിൽ കഥാപുസ്തകത്തിന് തീവച്ച് സിദ്ധാർത്ഥൻ ഉറക്കം ആരംഭിച്ചിരുന്നു. നന്ദി. സമീപകാലത്ത് സാഹിത്യരംഗത്തേക്ക് കടന്നുവന്ന് ശ്രദ്ധേയനായ കഥാകൃത്താണ് പത്രപ്രവർത്തകൻ കൂടിയായ ശ്രീ രാമചന്ദ്രൻ. കറണ്ട് ബുക്സ് സുവർണ ജൂബിലി ഗ്രന്ഥാവലിയിൽ ശ്രീ രാമചന്ദ്രന്റെ ഈ കടവിലെ മുതല എന്ന കഥാസമാഹാരം ഉൾപ്പെടുന്നുണ്ട്. ശ്രീ രാമചന്ദ്രനെ കഥ അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. കഥയുടെ പേര് ഇതാണെൻ്റെ വേര്. 5 ഖണ്ഡങ്ങളാണ് ഈ കഥയ്ക്കുള്ളത്. ആദ്യ ഖണ്ഡം ആശ്രമമൃഗം കൊല്ല് കൊല്ല്. 1928 ഫെബ്രുവരി. സബർമതിയിൽ പ്രഭാതമായിരുന്നു. വിധവയായ ഗംഗാബെൻ മജുംദാർ ബറോഡയിലെ വിജാപൂരിൽ ഒരു മുറിയിലെ ലൊട്ടിലൊടുക്ക് സാമാനങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്ത് സമ്മാനിച്ച ആദ്യ ചർക്കയ്ക്കരികിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ദുഃഖിതനായിരുന്നു. നന്ദിനിയുടെ കാര്യത്തിൽ ഇനി എന്തു ചെയ്യും? തൊഴുത്തിൽ കാലൊടിഞ്ഞു കിടപ്പാണ് നന്ദിനി. പിറന്നു വീണ് അധികം നാളായില്ല. പ്രാർത്ഥനാ നിർഭരമായ അവളുടെ നിലവിളി അകതാരിൽ മുറിവായപ്പോൾ മോഹൻദാസ് സെക്രട്ടറി മഹാദേവ് ദേശായിയെ വിളിച്ചു. നമുക്കൊരു പ്രധാന തീരുമാനം എടുക്കേണ്ടതുണ്ട്. എല്ലാവരോടും വരാൻ പറയൂ. മോഹൻദാസ് പറഞ്ഞു. 40ഓളം ആശ്രമവാസികൾ ബബൂൽ മരത്തിന് കീഴിൽ സമ്മേളിതരായി. നന്ദിനി വേദനിക്കുകയാണ്. അതിങ്ങനെ തുടരണോ? നമുക്കെന്തുകൊണ്ട് അതിനെ കൊന്നുകൂടാ? മോഹൻദാസ് ചോദിച്ചു. അതുകേട്ട് അനസൂയ ബെൻ, മില്ലുടമ അംബാലാൽ സാരാഭായിയുടെ സഹോദരി, ഞെട്ടി. അങ്ങ് ഓർക്കുന്നുണ്ടോ? അനസൂയ ബെൻ ചോദിച്ചു. കുഞ്ചുബായ് ഹീരാചന്ദ് ആശ്രമത്തിന് ഈ പുഴയോരം കാണിച്ചു തരുമ്പോൾ ഈ സ്ഥലമത്രയും പാമ്പുകളായിരുന്നു. ഒരു പാമ്പിനെ പോലും നോവിക്കരുതെന്നും കൊല്ലരുതെന്നുമാണ് അങ്ങ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ഹിംസ ആശ്രമ നിയമത്തിന് തന്നെ എതിരല്ലേ ബാപ്പു? എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടവരല്ലേ നമ്മൾ? മഹാദേവ് ദേശായി ശങ്കിച്ചു. മിടുക്കനായ വക്കീൽ വല്ലഭ്ഭായ് പട്ടേലിന് ശങ്ക മറ്റൊന്നായിരുന്നു. ആശ്രമത്തിന് വേണ്ടി ബോംബെയിൽ പിരിക്കാൻ പോവുകയാണ് നമ്മൾ. പശുക്കുട്ടിയെ കൊന്നുവെന്ന് കേട്ടാൽ ഒരാളും പൈസ തരില്ല, പട്ടേൽ പറഞ്ഞു. എന്തിനു നാം അതിനെ കൊല്ലണം? എന്തായാലും അത് 1-2 ദിവസത്തിനകം ചത്തുപോകും. പ്രകൃതി അതിൻ്റെ പ്രാണൻ എടുക്കട്ടെ. അന്ത്യനിമിഷങ്ങളിൽ നന്ദിനി വേദന കൊണ്ട് പൊളയുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നമുക്കാവില്ല, മോഹൻദാസ് പറഞ്ഞു. നമ്മുടെ ഒരു സഹജീവിക്ക് അവസാനമായി നൽകാൻ കഴിയുന്ന പവിത്രമായ കാരുണ്യം നാം നിഷേധിക്കുന്നത് ശരിയല്ല. മോഹൻദാസിന്റെ വാക്കുകൾക്ക് മേൽ നന്ദിനിയുടെ പ്രാണൻ കിടന്നു പിടഞ്ഞു. ആരെങ്കിലും ഒരു തോക്ക് കൊണ്ടുവന്ന് അതിനെ വെടിവെക്കൂ, മോഹൻദാസ് ഉത്തരവിട്ടു. ബാപ്പുവിന് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ കൊലയ്ക്ക് തോക്കിനേക്കാൾ നല്ല ആയുധങ്ങളുണ്ട്, വല്ലഭ്ഭായ് പട്ടേൽ ഇടപെട്ടു. അങ്ങനെ ഒരു പാഴ്സി ഡോക്ടർ ആശ്രമത്തിലെത്തി. വിഷം നിറച്ച സൂചി അയാൾ നന്ദിനിയുടെ ഞരമ്പിലേക്ക് കയറ്റി. അഹിംസയുടെ ഒരു പിടച്ചിൽ. നന്ദിനി എന്നേക്കുമായി കണ്ണടച്ചു. നാഥുറാം വിനായക് ഗോഡ്സെയുടെ പരമ്പരയിലെ ഒരു കണ്ണിയായിരുന്നു ആ പശുക്കുട്ടി. 2. അബ്ദുല്ല മലയുടെ അടുത്ത്. 1936 ജബൽപൂർ മെയിലിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും കസ്തൂർബയും കട്നി സ്റ്റേഷനിലെത്തുമ്പോൾ മധ്യാഹ്നമായിരുന്നു. മഹാത്മാഗാന്ധിക്ക് ജയ് പതുപോലെ പ്ലാറ്റ്ഫോമിൽ ആരവമായി. പൊടുന്നനെ ആരവത്തെ ഒറ്റപ്പെട്ടൊരു മുദ്രാവാക്യം ഭേദിച്ചു. മാതാ കസ്തൂർബാക്കി ജയ്. കസ്തൂർബ ജാലകത്തിലൂടെ പാളി നോക്കി. അതാ മകൻ ഹരിലാൽ. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, രോഗവും പട്ടിണിയും താണ്ഡവമാടിയ ശരീരം. അവരുടെ കണ്ണുകൾ പരസ്പരമുടക്കി. ഹരിലാൽ ജനാലയ്ക്കടുത്തേക്ക് ചെന്നു. കീശയിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ എനിക്കൊന്നുമില്ലേ? മോഹൻദാസ് മകനോട് ചോദിച്ചു. ഇല്ല, മകൻ പറഞ്ഞു. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. നിങ്ങളൊരു മഹാനായിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ഈ അമ്മയാണ്. ട്രെയിൻ അല്പദൂരം എത്തിയപ്പോൾ എത്രയോ സഹിച്ച അമ്മയ്ക്ക് വേണ്ടി മകൻ വീണ്ടും വിളിച്ചു, മാതാ കസ്തൂർബാക്കി ജയ്. ഏതാനും മാസം കഴിഞ്ഞ് ബോംബെയിൽ വെച്ച് ഹരിലാൽ ഇസ്ലാം മതം സ്വീകരിച്ച് മൗലവി അബ്ദുല്ലയായി. റെയിൽവേ സ്റ്റേഷനുകളിൽ അയാളും സ്വീകരണം ഏറ്റുവാങ്ങാൻ തുടങ്ങി.
നാഥുറാം വിനായക് ഗോഡ്സെയുടെ ജന്മപരമ്പരയിലെ ഒരു കണ്ണിയായിരുന്നു ഹരിലാൽ. 3. മനുസ്മൃതി. 1947 ജനുവരി. നാരായൺപൂരിൽ അപ്പോൾ സായാഹ്നമായിരുന്നു. നവഖാലിയിലെ ഗ്രാമങ്ങളിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി തീർത്ഥാടനം തുടങ്ങി 2 ആഴ്ചയായിരുന്നു. പതികന്റെ കാലിലെ വ്രണം നൊന്തു. കാലു തേച്ചു കഴുകാൻ സോപ്പിന് പകരം മോഹൻദാസ് ഉപയോഗിച്ചിരുന്നത് പരുപരുത്ത കൊച്ചു കല്ലായിരുന്നു. മോദ്ലിൻ സ്ലേഡ് എന്ന മീരാബെൻ സമ്മാനിച്ചത്. ഇപ്പോൾ വ്രണം നോവുമ്പോൾ ആ കല്ലെവിടെ? മോഹൻദാസ് കൊച്ചനന്തരവൾ മനുബെൻ ഗാന്ധിയെ വിളിച്ച് രോഷാകുലനായി. അതിരാവിലെ പുറപ്പെട്ടപ്പോൾ അടുത്ത ഗ്രാമത്തിലെ ഒരു നെയ്ത്തുകാരൻ്റെ വീട്ടിൽ അവൾ ആ കല്ല് മറന്നുവെച്ചതായിരുന്നു. തിരിച്ച് ഗ്രാമത്തിൽ പോയി അതെടുത്തു കൊണ്ടുവാ, മോഹൻദാസ് കൽപ്പിച്ചു. ഉച്ചയൂണ് നിർമ്മൽ ബോസ് കാലമാക്കിക്കൊള്ളും. നീ ഒറ്റയ്ക്ക് പോയി കല്ല് കണ്ടുപിടിക്കേ. കൽക്കട്ട സർവകലാശാലയിലെ സയൻസ് പ്രൊഫസറായ നിർമ്മൽ ബോസ് ആയിരുന്നു നവഖാലിയിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ ബംഗാളി. ഡിസംബർ 12-ന് സാധാരണ പ്രാർത്ഥനയ്ക്ക് ശേഷം മോഹൻദാസിന്റെ മുറിയിൽ ചെന്ന ബോസ് ബാപ്പുവിനെയും 18 വയസ്സായ മനുവിനെയും ഒന്നിച്ച് കിടക്കയിൽ കണ്ടിരുന്നു. അതിൻ്റെ അമ്പരപ്പ് ബോസിൽ നിന്ന് വിട്ടുമാറിയിരുന്നില്ല. ഇപ്പോൾ അമ്പരപ്പ് മനു ബെന്നിനായിരുന്നു. കല്ലു മറന്നു വെച്ച ഗ്രാമത്തിലെത്താൻ 1 മണിക്കൂർ എടുക്കും. തെങ്ങും കവുങ്ങും ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാട്ടുപ്രദേശമാണത്. ചെറിയ നടവഴിയാണ്. വഴി തെറ്റാം, വർഗീയ ലഹളയ്ക്ക് ഇരയാകാം. ഞാൻ ഒരാളെ കൂടെ കൊണ്ടുപോട്ടെ? മനു ചോദിച്ചു. പറ്റില്ല, മോഹൻദാസ് ശടിച്ചു. നീ ചെയ്ത കുറ്റത്തിന് നീ തന്നെ ശിക്ഷ ഏൽക്കണം. പിന്നെ കാട്ടിലൂടെ ഒരു ഓട്ടമായിരുന്നു. പലപ്പോഴും മനുവിന് വഴിതെറ്റി. ഒടുവിൽ അവൾ ആ നെയ്ത്തുകാരൻ്റെ വീട് തേടിപ്പിടിച്ചു. ബാപ്പുവിനൊപ്പം രാത്രി ചെലവിട്ട ആ കുടിലിൽ ഇപ്പോൾ ഒരു കിഴവി മാത്രമാണുള്ളത്. മോളെ, ആ കല്ല് ഞാൻ വലിച്ചെറിഞ്ഞു, കിഴവി പറഞ്ഞു. എറിഞ്ഞ ഭാഗം നോക്കി ഇരുവരും തെരഞ്ഞ് കല്ല് കണ്ടെത്തി. കാട്ടിലൂടെ ഭയചകിതയായി മനു തിരിച്ചോടി. കല്ല് അവൾ ബാപ്പുവിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചു. വൈകുന്നേരം ബാപ്പു മനുവിനോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു തെമ്മാടി നിന്നെ കൊണ്ടുപോകുകയും അയാളുടെ കയ്യിൽ നീ ധീരമായി മരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ഹൃദയം ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. നാഥുറാം വിനായക് ഗോഡ്സെയുടെ ജന്മപരമ്പരയിലെ ഒരു കണ്ണിയായിരുന്നു ആ കല്ല്. 4. പാദപൂജ. 1948 ജനുവരി 30. അസ്തമയത്തിലേക്ക് അടുക്കുകയായിരുന്നു ഡൽഹിയിൽ ബിർള ഹൗസ്. പ്രാർത്ഥനാ യോഗത്തിനായി 6 പടവുകൾ കയറുമ്പോൾ ആബാ ഗാന്ധിയോട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ചോദിച്ചു, എനിക്ക് അത്താഴമായി വിളമ്പിയത് ഭക്ഷണമോ കാലിത്തീറ്റയോ? കുതിരത്തീറ്റയാണെന്നാണ് കസ്തൂർബ പറയാറുള്ളത്. ആബാ തിരിച്ചടിച്ചു. പടവുകൾ കടന്നപ്പോൾ പച്ച പുള്ളോവറിന് മീതെ കാക്കി ജാക്കറ്റിട്ട നാഥുറാം വിനായക് ഗോഡ്സെ മനുപെന്നിനെ തട്ടിമാറ്റി മോഹൻദാസിനോടടുത്തു. അവളുടെ കയ്യിൽ നിന്ന് കണ്ണടക്കൂടും രുദ്രാക്ഷമാലയും പ്രാർത്ഥനാ ശ്ലോകങ്ങൾ എഴുതിയ നോട്ട്ബുക്കും കോളാമ്പിയും നിലത്തു വീണു. സഹോദര, ബാപ്പുജി ഇപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് വൈകി. ഇനിയും എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? നാഥുറാമിനോട് മനു ചോദിച്ചു. തൊഴുതു പിടിച്ച കൈപ്പത്തികൾക്കുള്ളിൽ റിവോൾവർ വെച്ച് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കാലിൽ വീണ നാഥുറാം വിനായക് ഗോഡ്സെ മനു പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. അയാൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ കാലുകൾ ശ്രദ്ധിച്ചു. ഒരു പശുക്കുട്ടിയുടെ കാലുകൾ മനസ്സിലൂടെ ഏന്തി ഏന്തി കടന്നുപോയി. നാഥുറാം കാഞ്ചി വലിച്ചു. അഹിംസയുടെ ഒരു പിടച്ചിൽ. 5. മോക്ഷ സന്യാസ യോഗം. സ്വർഗത്തിലേക്ക് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ നന്ദിനി സബർമതിയിലെ പശുക്കുട്ടി സ്വാഗതം ചെയ്തു. വിസ്മയം. അന്ന് കാലൊടിഞ്ഞു കിടന്ന പശുക്കുട്ടി ഇതാ ഓടിയാർത്തു വരുന്നു. ബാപ്പു, എവിടെയാണ് വെടികൊണ്ടത്? നന്ദിനി സ്നേഹമസൃണമായി ചോദിച്ചു. ആദ്യത്തേത് അടിവയറ്റിൽ, പിന്നെ 2ഉം നെഞ്ചിൽ, ബാപ്പു പറഞ്ഞു. അത് നന്നായി, നന്ദിനി പറഞ്ഞു. കാലിൽ മാത്രമായിരുന്നുവെങ്കിൽ എന്നെപ്പോലെ മുടന്തേണ്ടി വന്നേനെ. മൗനത്തിൻ്റെ നിമിഷാർദ്ധം. എന്നെ എന്തിനാണ് കൊന്നത് ബാപ്പു? അങ്ങ് ഗോവധത്തിന് എതിരായിരുന്നില്ലേ? നന്ദിനി ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ നിന്നെ കൊന്ന ശേഷം ദ ഫയറി ഓർഡിയൽ എന്ന ലേഖനത്തിൽ വിശദീകരിച്ചിരുന്നു, ബാപ്പു പറഞ്ഞു. നീ അതിനകം മരിച്ചിരുന്നതുകൊണ്ട് വായിച്ചു കാണില്ല. അത് സാരമില്ല, ഞാൻ സിദ്ധാന്തിയായിരുന്നില്ല, നന്ദിനി പറഞ്ഞു. മുടന്തുന്നവനെ വെടിവെച്ചു കൊല്ലുക എന്ന സിദ്ധാന്തപ്രകാരം എന്നെയും വെടിവെക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. വിഷം കുത്തിവെക്കേണ്ടിയിരുന്നില്ല. ബാപ്പുവിൻ്റെ കണ്ടമിടറി. ദക്ഷിണാഫ്രിക്കയിലെ മിടുക്കനായ പഴയ വക്കീൽ പക്ഷേ വാക്കുകൾ വീണ്ടെടുത്തു. ബാപ്പു പറഞ്ഞു, വെടിവെക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. മറ്റുള്ളവരാണ് അത് തടഞ്ഞത്. പിന്നെ അത് ശരിയാണെന്ന് എനിക്കും തോന്നി. വെടിയേറ്റ് മരിച്ചാൽ അത് രക്തസാക്ഷിത്വമാകും. വിഷമകത്ത് ചെന്ന് മരിച്ചാൽ അത് ദുർമരണമേ ആകൂ. ഗോക്കൾക്ക് രക്തസാക്ഷിത്വം വിധിച്ചിട്ടില്ല. ആ തിരിച്ചറിവിൻ്റെ കൃതാർത്ഥതയിൽ നന്ദിനി പറഞ്ഞു, നഷ്ടോ മോഹ സ്മൃതിർ ലബ്ധ ത്വൽ പ്രസാദാത് മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. ഭഗവാനെ, നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ സമ്മോഹം നീങ്ങി ശരിയായ ബോധം എനിക്ക് തിരിച്ചു കിട്ടി.
സംശയങ്ങൾ തീർന്ന ഞാൻ നിന്ദുരുവടിയുടെ ഉപദേശമനുസരിച്ച് പ്രവർത്തിച്ചു കൊള്ളാം. കറണ്ട് ബുക്സ് സുവർണ ജൂബിലി നോവൽ മത്സരത്തിൽ അവാർഡ് ജേതാവായ ശ്രീ EP ശ്രീകുമാർ മാറാമുദ്ര എന്ന നോവലിന് ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് അവാർഡ് നൽകുന്നതാണ്. ശ്രീകുമാറിനെ കഥ അവതരിപ്പിക്കാൻ ക്ഷണിക്കുന്നു. കഥയുടെ പേര് ഈശ്വരപിള്ള ഇനി എന്തു ചെയ്യും. കുറുപ്പത്ത് ഈശ്വരപിള്ള എന്ന KE പിള്ള ചാരുകസേരയിൽ വിടർന്നു കിടപ്പാണ്. ഈശ്വരപിള്ള മാത്രമല്ല, പിതാവ് ശിവൻ പിള്ളയും മുത്തച്ഛൻ രാരിച്ചൻ പിള്ളയും ജീവിതത്തിലെ മുഖ്യ ഭാഗം കിടന്നു തീർത്തത് പുരാതനവും സവിശേഷവുമായ ആ ചാരുകസേരയിലാണ്. മാട്ടുമലയിൽ നിന്നും കൂറ്റൻ കരുവീട്ടി വെട്ടി അറുത്ത് ഉരുപ്പടി തീർത്ത് രാരിച്ചൻ പിള്ള മൂത്ത പണിക്കന് കുറിവിട്ടു. എണ്ണം പറഞ്ഞ അരഡസൻ ആശാരിമാർ വേല തുടങ്ങി. കോലോട് കോൽ അളവെടുത്ത് കൃത്യത ഉറപ്പാക്കി. കടഞ്ഞ് പൂർത്തിയായപ്പോൾ ചാരുകസേരയ്ക്ക് ആകൃതിയില്ല. തച്ചുശാസ്ത്രം കൃകൃത്യം. അസമമായ മുഴപ്പും ഒടിവും അഭംഗി തീർത്തുവെങ്കിലും ശാസ്ത്ര സത്യത്തിലും മൂത്താശാരിയിലും വിശ്വാസമുണ്ടായിരുന്ന കാരണവർ അത് കാര്യമാക്കിയില്ല. സ്കൂളിൽ പഠിക്കുന്ന നാളുകളിൽ ഈശ്വരനാണ് സിംഹാസനത്തിൽ രൂപസാമ്യം കണ്ടെത്തിയത്. ചാരുകസേരയ്ക്ക് ഇന്ത്യയുടെ ഛായയാണ്. കാലേറ്റും താങ്ങുകൾ രണ്ടും പരസ്പരം അറ്റം ചേർത്ത് വെച്ചാൽ ഇന്ത്യയുടെ കൂർത്ത ദക്ഷിണാഗ്രം. ഉത്തരഭാഗത്ത് ഇരുതലയുടെ മുഴപ്പ് കൈഭാരം ഏൽക്കാൻ ഇരുവശവും ഉന്തി നിൽക്കും അല്പമാത്ര ചിറകുകൾ പശ്ചിമ പൂർവ്വ ദിശകളെ ഓർമ്മിപ്പിക്കും. ഇനി ചരിത്രത്തിൽ നിന്നും മാറി നമുക്ക് KE പിള്ളയോടൊപ്പം ടെലിവിഷനിൽ കളി കാണാം. ജയപരാജയങ്ങളെ തട്ടിക്കളിച്ച് പന്ത് ഗോൾമുഖത്തു കയറാതെ കളിക്കാരെയും കാണികളെയും മടുപ്പിക്കുന്നു. വിരസതയിൽ കളിരശ്മികൾ പിള്ളയുടെ കണ്ണുകളെ അടപ്പിക്കുന്നു. ഇടവേളയിൽ തീക്ഷ്ണരശ്മികൾ ഈശ്വരപിള്ളയെ സ്കാൻ ചെയ്യുന്നു. ഇപ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് KE പിള്ളയുടെ ജന്മചരിത്രമാണ്. വയസ്സ് 52, വിദ്യാഭ്യാസം ബിരുദം, തൊഴിൽ ചരിത്രം. ബാങ്ക് ഓഫീസർ ഉദ്യോഗം സ്ഥലം മാറ്റത്തോടെ ഉപേക്ഷിച്ചു. മുഖ്യ ദിനചര്യ ഭക്ഷണം, ഉറക്കം, ടെലിവിഷനിൽ കളികൾ കാണൽ. KE പിള്ള കോളേജിൽ പഠിക്കുമ്പോഴാണ് പിതാവ് മരിക്കുന്നത്. പിന്നീട് മാതാവ് കൊച്ചമണി അമ്മയുടെ ഗൃഹഭരണത്തിലാണ് പിള്ള സിംഹാസനാരൂഢനാകുന്നത്. തുടർന്ന് നീണ്ട 3 പതിറ്റാണ്ടുകൾ പിള്ള ചാരുകസേരയുടെ ഭാഗമായി. അല്ല, ചാരുകസേര പിള്ളയുടെ ശരീരഭാഗമായി. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം വന്നപ്പോൾ പിള്ള പറഞ്ഞു, എനിക്ക് വയ്യ കഷ്ടപ്പെടാൻ, ജോലി ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. കൊച്ചമണിയമ്മ തലയാട്ടി ശരിവെച്ചു. കാരണവന്മാരുടെ കാരുണ്യം കൊണ്ട് എൻ്റെ മോന് കഞ്ഞി കുടിച്ച് കിടക്കാൻ വേണ്ടതൊക്കെ ഉണ്ട്. ഇത്രയും ദൂരെ പോയി കഷ്ടപ്പെട്ട് സമ്പാദിക്കേണ്ട കാര്യമില്ല. വീടിരിപ്പ് 1.5 ഏക്കർ പുരയിടം, പുറമെ 2.25 ഏക്കർ തെങ്ങിൻ തോപ്പ്. അമ്മയുടെ പിന്തുണയായിരുന്നു എന്നും പിള്ളയുടെ ശക്തിയും സമാധാനവും. ടെലിവിഷനിൽ കളി ശബ്ദമേറുമ്പോഴായിരുന്നു രായമ്മ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കളി സൗകര്യമില്ലാണ്ടായി. ജോലിക്ക് പോകേണ്ട ചെറുപ്പക്കാരിങ്ങനെ മടി പിടിച്ച്. രായമ്മയുടെ പിറുപിറുക്കലിന് കൊച്ചമണിയമ്മയ്ക്ക് മറുപടി ഉണ്ട്. എന്തോരം അറിവാ ഒരു ദിവസം TV കണ്ടാ കിട്ടണേ. മനുഷ്യനെ അറിവാ വല്ലത്. ഇത് വല്ലയും രായക്കറിയോ? എനിക്കൊന്നും അറിയില്ല ചേച്ചിയെ. പക്ഷേങ്കിൽ ലോകം മുഴുവൻ ഓടി നടക്കേണ്ട ഈ പ്രായത്തില് ഇങ്ങനെ എന്നും മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന കൂട്ടുകൂടിയും തെണ്ടി നടന്നും പണം സമയവും കളയുമല്ലോ എൻ്റെ കുട്ടി. പിറുപിറുക്കൽ താൽക്കാലികമായി നിലയ്ക്കുകയായി. രായമ്മ വെറും ഒരു ജോലിക്കാരി അല്ല അവിടെ. ജോലി രായമ്മയുടെ രൂപത്തിൽ അവിടെ കഴിയുകയാണ്. കൊച്ചമണിയമ്മയുടെ മാതാവ് എവിടുന്നോ കണ്ടെത്തി കൂടെ ചേർത്തതാണ് രായക്കുട്ടിയെ. അന്ന് മുതൽ ആ വീടിൻ്റെ അടുക്കളയായി രായമ്മ. KE പിള്ളയുടെ ഒരേ ഒരു സഹോദരിയായിരുന്നു ഇന്ദു എന്ന ഇന്ദുലേഖ. ഇന്ദുലേഖയ്ക്ക് വിവാഹപ്രായമായപ്പോൾ അമ്മ ഉത്കണ്ഠപ്പെട്ടു. മോനെ, അവളുടെ കാര്യമൊന്ന് അന്വേഷിക്കണ്ടേ? വരനെ എവിടെ പോയി കണ്ടെത്താൻ? യാത്രകളും അന്വേഷണങ്ങളും അലച്ചിലുകളാകുന്നു. കഷ്ടപ്പാടുകൾ സഹിക്കുക KE പിള്ളയ്ക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മാത്രമല്ല, വീടിന് വെളിയിൽ ഇറങ്ങുന്നത് തന്നെ ഈശ്വരപിള്ള അപ്പോഴേക്കും ഏതാണ്ട് നിർത്തിയിരുന്നു. പിള്ള മറുപടി പറഞ്ഞില്ല. നിശബ്ദനായി ഇരുന്ന് കളി കണ്ടു. യോഗം പോലെ വരും. കൊച്ചമണിയമ്മയുടെ സമാധാനത്തിൻ്റെ ചിറകുകളിൽ ഈശ്വരപിള്ള തന്നെ ഒളിപ്പിച്ചു. എങ്കിലും ഉത്തരവാദിത്ത ബോധത്തിൻ്റെ ചരൽക്കല്ലുകൾ പിള്ളയുടെ മനസാക്ഷിയെ അല്പാൽപ്പം പോറിച്ചുകൊണ്ടിരുന്നു. കൊച്ചുകുട്ടൻ നാളികേരം വിറ്റു കിട്ടിയ പണം ഏൽപ്പിക്കാൻ വന്നപ്പോൾ KE പിള്ള പറഞ്ഞു, കൊച്ചുകുട്ട, ഇവിടുത്തെ പെൺകുട്ടിയുടെ കാര്യത്തിലൊരു അന്വേഷണം വേണം കേട്ടോ. ഓ, കൊച്ചുകുട്ടൻ ഭവ്യതയോടെ തലയാട്ടി. തൻ്റെ ഭാരം കുറെ കുറഞ്ഞതായി തോന്നി പിള്ളയ്ക്ക്.
കൊച്ചുകുട്ടനോടായിരുന്നു ആ വീട്ടുകാർ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞിരുന്നത്. അയാൾ മാത്രമായിരുന്നല്ലോ ആ വീട്ടിൽ കയറി ഇറങ്ങിയിരുന്ന ഒരേ ഒരാൾ. കൊച്ചുകുട്ടൻ വരുമ്പോഴൊക്കെ പിള്ള ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു നാൾ അയാൾ ചിലരെ കൂട്ടി വന്നു. വാശിയേറിയ ക്രിക്കറ്റ് ഏകദിന മത്സരം കാണുന്നേരമായിരുന്നു വരവ്. അതിനു വിഘ്നം വന്നതിൻ്റെ നീരസം ഉള്ളിലൊതുക്കി പിള്ള വിവാഹാലോചനക്കാരെ സ്വീകരിച്ചു. എന്നാ ഇനി അങ്ങോട്ടേക്കുള്ള വരവ്? ഏതാണ്ട് തൃപ്തി വന്ന മട്ടിലായിരുന്നു അവരുടെ മടക്കം. ബന്ധുക്കളെ സംഘടിപ്പിച്ച് ദീർഘയാത്ര ചെയ്ത് വിവാഹാലോചന മുന്നോട്ട് നീക്കേണ്ടുന്ന പ്രയാസത്തെ വിഴുങ്ങാനാവാതെ ഈശ്വരപിള്ള അസ്വസ്ഥനായി. കൊച്ചുകുട്ടൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം പിള്ള പറഞ്ഞു, കൊച്ചുകുട്ടൻ ഒരു ദിവസം അവിടം വരെ ഒന്ന് പോയി വാ, നോക്കിക്കണ്ട് കൊള്ളാമെങ്കിൽ മാത്രം ഞാൻ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ. ഓ, കൊച്ചുകുട്ടൻ വിനീതനായി. അടുത്ത തവണത്തെ നാളികേര വിലയിൽ യാത്ര ചെലവിൻ്റെ കുറവും കൂടി വരുത്തിയിരുന്നു. ബന്ധപ്പെടുന്നതിൽ തുടർച്ച നഷ്ടപ്പെട്ടപ്പോൾ വിവാഹാലോചനക്കാർ മറ്റൊരിടത്ത് ബന്ധമുറപ്പിച്ചുവെന്ന് പിന്നീട് പിള്ള അറിഞ്ഞു. ആലോചന തൽക്കാലം അവിടെ നിലച്ചു. പണ്ട് തെങ്ങിൻ തോപ്പിൽ മാസാമാസം നാളികേരം ഇടുവിക്കാൻ തൊഴിലാളികളെയും കൊണ്ട് പോയിരുന്നത് പിള്ളയായിരുന്നു. പിന്നെ അയാൾ ആ ജോലി അമ്മയെ ഏൽപ്പിച്ചു. കൊച്ചമണിയമ്മയ്ക്ക് വയ്യാതായപ്പോൾ ചുമതല കൊച്ചുകുട്ടനായി. ഇങ്ങനെ എല്ലാറ്റിനും മടിപിടിച്ച സ്വത്തും കൊണ്ട് കൊച്ചുകുട്ടൻ എങ്ങോട്ട് പോവും? രായമ്മ പിറുപിറുത്തു. കൊച്ചുകുട്ടൻ പറയുന്നത് കണക്ക്. കൊച്ചുകുട്ടൻ തരുന്ന പണം ചെലവുകൾ കിഴിച്ച തേങ്ങ വില. ഈ മാസം എന്തേ പണം ഇത്രമാത്രം കുറഞ്ഞ്? നാളികേരം എണ്ണം കണക്കിലെത്ര? വില എന്തു കണക്കാക്കി? എന്നിങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ആദ്യമാദ്യം കെ.ഇ. പിള്ളയുടെ മനസ്സിലുണ്ടായിരുന്നു. നിവൃത്തികേടിൻ്റെ നിസ്സഹായാവസ്ഥയിൽ ചോദ്യങ്ങൾ അയാൾ വിഴുങ്ങുകയായിരുന്നു. ഒരു ദിവസം ഇന്ദുലേഖ വീട് വിട്ടുപോയി. അയൽക്കാരനായ ചുമട്ട് തൊഴിലാളിയും ഉണ്ടായിരുന്നു കൂടെ എന്ന് കേട്ടു. അന്വേഷിച്ചു പോകാനും അയൽക്കാരനുമായി ചണ്ട കൂടാനും പരാതി നൽകാനുമൊന്നും ഈശ്വരപിള്ളയ്ക്ക് വയ്യ. കൊച്ചമണിയമ്മ കരഞ്ഞു. രായമ്മ നിർത്താതെ പിറുപിറുത്തു. ഈശ്വരപിള്ളയ്ക്ക് ആശ്വാസമാണ് തോന്നിയത്. തൻ്റെ ഭാരം മറ്റൊരാൾ ഇറക്കി തന്നിരിക്കുന്നു. അവൾക്കൊരു ജീവിതമായി. ടെലിവിഷനിൽ കളികൾ അവസാനിക്കുന്നില്ല. ഒന്ന് തീർന്നാൽ മറ്റൊന്ന് വരികയായി. കളി ചാനലുകൾ തന്നെ അനേകം. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും നീങ്ങുന്നത് അറിയില്ല. ഇടവേളകളിൽ പരസ്യമോ വാർത്തകളോ കടന്നു വരുമ്പോൾ പിള്ളയുടെ കണ്ണുകൾക്ക് വിശ്രമിക്കാൻ സമയം കിട്ടും. താനെ കണ്ണുകൾ അടഞ്ഞു പോകും. ചാരുകസേരയിൽ നിന്നും എഴുന്നേൽക്കാനാവാതെ കെ.ഇ. പിള്ള അതിൽ ഒട്ടിച്ചേർന്നു. ഭക്ഷണവും ഉറക്കവും എല്ലാം കസേരയിൽ കിടന്നു തന്നെ. എളുപ്പത്തിൽ തീർക്കുന്ന പ്രഭാത കൃത്യങ്ങൾക്ക് മാത്രം എഴുന്നേൽക്കാതെ വയ്യ. വിശപ്പും ദാഹവും അറിയിക്കാൻ ഒറ്റ വിളി മതിയാകും. രായമ്മേ. പിറുപിറുക്കൽ അടുത്തു വരും. വെളിയിൽ കൊച്ചുകുട്ടൻ്റെ മുരടനക്കൽ കേട്ടാലും പിള്ള വിളിക്കും, രായമ്മേ. വിളിയോടെ പിള്ളയുടെ ചുമതല തീർന്നു. തെങ്ങിൻ തോപ്പും നാളികേര വിലയും ഒന്നും ഇപ്പോൾ പിള്ളയുടെ വിഷയമേ അല്ല. മാസം പിറക്കാൻ രായമ്മ കാത്തിരിക്കുകയായിരിക്കും. ആർത്തിയോടെ പണം വാങ്ങി വെച്ചാൽ പിന്നെ ആവശ്യങ്ങൾ കൊച്ചുകുട്ടനെ അറിയിക്കുകയായി. രായമ്മയ്ക്ക് പ്രായം എത്ര ആയെന്ന് അവർക്ക് തന്നെ നിശ്ചയം പോരാ. അവർ ആ വീട്ടിൽ വരുമ്പോൾ ഈശ്വരപിള്ള പിറന്നിട്ടില്ല. ഓർമ്മ വെച്ച ശേഷം പിള്ള കാണുമ്പോഴൊക്കെ ആ അമ്മ അടുക്കള ജോലിയിലാണ്. അവർക്ക് വിശ്രമമില്ല. അവർ ഉറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒരു നേരം അസുഖം വന്ന് കിടക്കുന്നതും പിള്ള കണ്ടിട്ടില്ല. ഇപ്പോൾ രായമ്മയ്ക്ക് മുഖമില്ല. കറുത്തിരണ്ട ഒരു നിഴലാണ് അവരിപ്പോൾ. വാർദ്ധക്യമേറി. കൂന് വർദ്ധിച്ചു. വിറയലും കൂടി. എങ്കിലും ഒരു നിമിഷം ആയമ്മ വിശ്രമിക്കുന്നില്ല. ഒരു മണി അരിയില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം. ഒക്കെ തീർന്നു. തള്ളയുടെ പരാതികൾ ഈശ്വരപിള്ളയുടെ മയക്കത്തിൽ കല്ലെറിയുന്നു. ഉച്ച കഴിഞ്ഞാൽ രായമ്മയ്ക്ക് അങ്കലാപ്പാണ്. അതും ഇതും വാങ്ങണം, കറണ്ട് ബില്ലടയ്ക്കണം, പൈപ്പ് പൊട്ടി വെള്ളം പോകുന്നു. വഴിയിലും മുറ്റത്തുമായി അവർ വിറളി പിടിച്ചു നടക്കും. കൊച്ചുകുട്ടൻ സ്ഥലത്തില്ലെങ്കിൽ അയൽപക്കത്തെ ഏതെങ്കിലും പിള്ളേരെ കൊണ്ട് കാര്യം നേടും വരെ തള്ളയ്ക്ക് പൊറുതികേടാണ്. കെ.ഇ. പിള്ള ഇതൊന്നും അറിയുന്നില്ല. ഏതോ ഒരു ഉച്ച മയക്കത്തിനിടയിലാണ് കൊച്ചുകുട്ടൻ കയറി വന്നത്, പതിവില്ലാതെ അകത്തേക്ക്. എനിക്ക് വയ്യന്റെ മാഷേ, ഇനി ഇതൊക്കെ നോക്കി നടത്താൻ. വയസ്സായില്ലേ, നിങ്ങൾ വേറെ ആളിനെ നോക്കിക്കോളിൻ. പിള്ള നടുങ്ങി. അയാൾക്കത് ചിന്തിക്കാനാവുമായിരുന്നില്ല. ഭാവി അനിശ്ചിതത്വത്തിലേക്ക് വഴുതി വീഴാൻ പോകുന്നതായി അറിഞ്ഞ് അയാൾ എന്തൊക്കെയോ പുലമ്പി അപേക്ഷിച്ചു. പിന്നെ കേണു. അടുത്ത നാൾ കൊച്ചുകുട്ടൻ എത്തിയത് മുദ്രക്കടലാസുകളുമായിട്ടായിരുന്നു. ഏറെ വായിച്ചെടുക്കാനുള്ള മടിയിലും കൊച്ചുകുട്ടനെ തെല്ലും മുഷിപ്പിക്കാതിരിക്കാനുള്ള വ്യഗ്രതയിലും ഈശ്വരപിള്ള പെട്ടെന്ന് തന്നെ കടലാസുകളിൽ ഒപ്പിട്ടു തീർത്തു. എൻ്റെ കൊക്കിൽ ജീവനുള്ള വരെ മാഷക്ക് കസേലയിൽ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. കൊച്ചുകുട്ടൻ പ്രസന്നനായിരുന്നു. ഒരു പരീക്ഷണഘട്ടം അതിജീവിച്ചതായി പിള്ള സമാശ്വസിച്ചു. കളികൾ പിന്നെയും വന്നു. റിമോട്ട് കൺട്രോൾ കേടായി. രായമ്മേ, ഞാൻ എവിടെ പോയി ഈ യന്ത്രം നന്നാക്കിക്കാൻ? ഈ തള്ള ചത്താ പിന്നെ എന്തു ചെയ്യും?
പ്രാഗി പുകക്കറ പിടിച്ച ദേഹം അകന്നു നീങ്ങി. TV സ്വിച്ചുകളും ചാനലുകളും പ്രവർത്തിപ്പിക്കുന്നതിന് ഇനി കസേരയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും. കെയ് പിള്ളയ്ക്ക് ഒന്നിനും വയ്യ. ടെലിവിഷൻ നിർത്താതെ പ്രവർത്തിച്ചു കൊള്ളട്ടെ. ഇടയ്ക്ക് അരുചികരമായ പരിപാടികൾ കടന്നു വരുമ്പോൾ മെല്ലെ മയങ്ങാമല്ലോ. ഭരണാധിപന്മാരുടെ പ്രസംഗങ്ങളാണ് അസഹ്യം. ഉറക്കത്തെയും മുറിച്ച് അവ കടന്നലുകളായി വന്നു കുത്തും. നമ്മുടെ നാടിൻ്റെ ശാപം അലസരായ യുവജനതയാണത്രേ. മനുഷ്യാധ്വാന ശേഷിയെ ക്രിയാത്മകമായി ഉപയോഗിക്കാതെ മടിപിടിച്ച സമൂഹം പാഴാക്കി കളയുന്നുവെന്ന്. വിശ്രമവും വിനോദവും ഉറക്കവും വൃഥാ നഷ്ടപ്പെടുത്തുന്ന സമയത്തിൻ്റെ കണക്ക്. രാഷ്ട്ര പുരോഗതിക്ക് വിനിയോഗിക്കേണ്ട വിലപിടിച്ച കർമ്മശേഷി. രായമ്മേ, ഇതൊന്ന് ഓഫാക്കിയേ. രായമ്മ അവശയായിരിക്കുന്നു. ഭക്ഷണവുമായി എത്തുന്ന കൈകൾ അസാമാന്യമായി വിറയ്ക്കുന്നുണ്ട്. കണ്ണുകൾക്ക് കാഴ്ചശക്തി നന്നെ കുറഞ്ഞിട്ടുണ്ട്. കൈവിരലുകളുടെ സ്പർശം കാഴ്ചയാക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം. നടപ്പിന് തടസ്സമാകുന്ന കൂന് അധികരിച്ചു വരുന്നു. കേൾവിക്കും പിറുപിറുക്കലിനും മാത്രം കുറവില്ല. തേഞ്ഞു തീരാറായിട്ടും രായമ്മ യന്ത്രമായി ചലിക്കുന്നു, നിർത്താതെ. രായമ്മയുടെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ: ഈശ്വരപിള്ളയുടെ പരിചരണം, അയാളുടെ ഭക്ഷണം. യന്ത്രചലനം മന്ദീഭവിച്ചാൽ പിള്ളയ്ക്ക് ബുദ്ധിമുട്ടാവും. അത് ആയമ്മയ്ക്ക് സഹിക്കില്ല. രസം പിടിച്ച ഒരു കളിയിൽ ശ്വാസം പിടിച്ചിരിക്കവെയാണ് ആ പയ്യൻ കടന്നു വന്നത്. അതിഥികളെ വരാറില്ലാത്ത ആ വീട്ടിൽ പയ്യൻ ഒരു അത്ഭുതമായി. രായമ്മയെ ഈശ്വരപിള്ള നീട്ടി വിളിച്ചു. ഞാനും കളി കണ്ടോട്ടെ? 8 വയസ്സുകാരൻ ചോദിച്ചു. രായമ്മയെ ഈശ്വരപിള്ള അക്ഷമനായി. രായമ്മ പയ്യനെ സൂക്ഷിച്ചു നോക്കി. ഇത് നമ്മുടെ തെക്കേതിലെ വർക്കിമാസ്റ്റർ മോനല്ലേ? ഇടയ്ക്കിവൻ എനിക്ക് പച്ചക്കറി വാങ്ങി തരാറുണ്ട്. ഞാനും ഒന്ന് കണ്ടോട്ടെ അങ്കിൾ. വീട്ടിൽ കളി കാണിക്കുകയില്ല. പിള്ള തലയാട്ടി. പിന്നെ പയ്യൻ പതിവായി വന്നു. അങ്കിൾ എന്ത് ഭാഗ്യവാനാ, എന്നും ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കാം. അവൻ തുടർന്ന് ചോദിച്ചു, ഒരു ദിവസം എന്നെ ഇതുമേ കിടക്കാൻ സമ്മതിക്കുമോ? പിള്ള ഒന്നും മിണ്ടിയില്ല. അവൻ ഭൂപടത്തിൽ തൊട്ടും പിടിച്ചു നിന്ന് കൊതി തീർത്തു. അങ്കിൾ ഇത്രയും കാലം ഇന്ത്യയുടെ മേലെ നീർന്നു കടന്നതല്ലേ? അങ്കിളിന്റെ ദേഹം ഇന്ത്യയുടെ രൂപത്തിലായിട്ടുണ്ടാകും. ഏറെ ചിന്തിച്ച് ആയിരിക്കണം ഒരു നാൾ അവൻ ചോദിച്ചത്. കുറെ നാൾ കഴിഞ്ഞ് ഒരു ദിവസം അങ്കിള് മരിക്കൂലോ, അപ്പോൾ ഈ ചാരുകസേര എനിക്ക് തരുമോ? മരണത്തെക്കുറിച്ച് കെയ് പിള്ള ആലോചിച്ചിട്ടില്ലായിരുന്നു അതുവരെ. ഒന്നിനെക്കുറിച്ചും പിള്ള ചിന്തിക്കാറില്ല. വെറുതെ തല പുകയ്ക്കുന്നത് എന്തിന്? അതുകൊണ്ട് ചിന്തകളെ തുടക്കത്തിൽ തന്നെ പിള്ള മനസ്സിൽ കയറ്റാതെ അകറ്റുമായിരുന്നു. ചിന്തിക്കാൻ അവസരമുണ്ടാക്കാത്ത ടെലിവിഷൻ പരിപാടികൾ അനുഗ്രഹവുമായി. പയ്യൻ തുറന്നുവച്ച ചിന്താവഴിയിലേക്ക് പ്രവേശിക്കാതെ തന്നെ പിള്ള പറഞ്ഞു, എനിക്ക് ശേഷം നീയാവട്ടെ ഇതിൻ്റെ അവകാശി. ചെറുക്കൻ യുവരാജാവായ ആഹ്ലാദത്തോടെ ആർത്തു തിരിച്ചു. പെട്ടെന്നാണ് ഒരു തടിമാടനും യുവതിയും ക്രുദ്ധരായി കടന്നു വന്നത്. സ്കൂളിൽ പോവാണ്ട് നീ ഇവിടെ ഇരുന്ന് കളി കണ്ടു രസിക്കാല്ലേ? ഇവിടെ വാടാ. രക്ഷപ്പെടാൻ ശ്രമിച്ച പയ്യനെ ബലമായി പിടിച്ച് 2 അടിയും കൊടുത്ത് അവർ ഗർജിച്ചു. ഇനി നീ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊന്ന് കാണണം. ചെറുക്കൻ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയിൽ അവൻ പറഞ്ഞു, അങ്കിൾ, ഞാൻ ഇനിയും വരും. പയ്യനെ വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ വീണ്ടും അടിയുടെയും കരച്ചിലിൻ്റെയും ശബ്ദം പിള്ള കേട്ടു. ശബ്ദകോലാഹലം കേട്ടു വന്ന രായമ്മയോടായി അവർ പറഞ്ഞു, കുറെ നാളായി ചെക്കൻ സ്കൂളിൽ പോവാറില്ല. മടി പിടിച്ച് ഇവിടെ വന്നിരിക്കുകയാണെന്ന് ആരറിഞ്ഞു? സ്കൂളിൽ പോണ കുട്ടി എന്നും ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറയണ്ടേ? അതോ ഇവിടുത്തെ ആളെ പോലെ ജീവിതം മുഴുവൻ വെറുതെ ഇരുന്ന് തീർക്കാൻ കൂടെ കൂട്ടിയതാണോ? ഈശ്വരപിള്ളയ്ക്ക് അനിഷ്ടമൊന്നും തോന്നിയില്ല. തൻ്റെയും ജോലി ചെയ്യാനായി മാത്രം ജീവിക്കുന്ന രായമ്മയുടെയും അറിയാത്ത ജന്മരഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എന്തിനും ആയാസം സഹിക്കണം. ശബ്ദങ്ങൾ അകന്നുപോയി. ആദ്യമായി ഈശ്വരപിള്ളയ്ക്ക് നഷ്ടബോധം തോന്നി. ഒരു ശല്യക്കാരനായി വന്നു ചേർന്ന പയ്യൻ ഒടുവിൽ തൻ്റെ മനസ്സിൽ കടന്നു കയറി ഒട്ടിയിരുന്നുവെന്ന് അയാൾ അറിഞ്ഞു. കൊച്ചുകുട്ടൻ്റെ വരവിൻ്റെ ഇടവേളകൾ ദീർഘിച്ചു വന്നു. അതോടെ രായമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചു. 1-ാം തരം തെങ്ങും പറമ്പ് ഏൽപ്പിച്ചിട്ടിപ്പോൾ എന്തായി? കാശ് തരാൻ മടി. ആര് ചോദിക്കാൻ? നാളികേരമൊന്നും പഴയ പോലെ ഇല്ല രായമ്മേ, വിലയും കുറഞ്ഞു. തെങ്ങൊക്കെ കേടാ. ഇതൊരു നഷ്ടക്കച്ചവടാ. പിന്നെ എൻ്റെ സന്മനസ് കൊണ്ടാണെന്ന് വെച്ചോ. പിന്നീട് രായമ്മ ഒന്നും പറഞ്ഞില്ല. പതിവ് പോലെ പുലർന്ന് ഏറെ കഴിഞ്ഞാണ് അന്നും ഈശ്വരപിള്ള ഉണർന്നത്. ഉണർന്നിട്ടും എഴുന്നേൽക്കാൻ മടിച്ചു കിടന്നു. പതിവ് ചായ കാണാതായപ്പോൾ അയാൾ വിളിച്ചു, രായമ്മേ. പതിവില്ലാത്ത ഒരു മുരളിച്ചയാണ് അടുക്കളയിൽ നിന്നും കേട്ടത്. ഒരിക്കൽ പോലും രായമ്മ തൻ്റെ പ്രവൃത്തികളൊന്നും മുടക്കിയിട്ടില്ല. സമയം തെറ്റിച്ചിട്ടില്ല. എന്തോ പന്തുകേടുണ്ടെന്ന് പിള്ളയ്ക്ക് തോന്നി. അയാൾ വീണ്ടും വിളിച്ചു, രായമ്മേ. വിറയ്ക്കുന്ന ശബ്ദത്തിൽ എന്തോ അവ്യക്തമായി കേട്ടു. കസേരയിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന് നോക്കുകയാണ് വേണ്ടത്. പക്ഷെ മനസ്സിനെ കൂട്ടാക്കാതെ ശരീരം എഴുന്നേൽക്കാൻ മടിച്ചു കിടന്നു. തുടർച്ചയായുള്ള മനസ്സിൻ്റെ ആജ്ഞകളെ അനുസരിക്കാനും മടിയോടെ പിന്മാറാനും ഒരേ സമയം ആയാസപ്പെട്ട് അയാളുടെ ശരീരം ഇരുവശങ്ങളിലേക്കും പലവട്ടം ചലിച്ചു.
പെട്ടെന്നാണ് വലിയൊരു ശബ്ദത്തോടെ ചാരുകസേര ഒടിഞ്ഞു വീണത്. കസേരയുടെ ഒപ്പം നിലത്ത് വീണുപോയ കേയിപ്പിള്ള എഴുന്നേക്കാനാവാതെ ഒടിഞ്ഞ മരക്കഷ്ണങ്ങൾക്കിടയിൽ കിടന്നു. ആദ്യമായി അയാൾക്ക് ശരീരവേദനയുണ്ടായി. അത് സഹിക്കാനാവാതെ അയാൾ ഉറക്കെ വിളിച്ചു, രായമ്മേ. കൈകൾ കുത്തി സ്വയം എഴുന്നേൽക്കുക പ്രയാസകരമാണെന്ന തോന്നലിൽ അയാൾ അതിന് തുനിഞ്ഞില്ല. സഹായത്തിനായി അയാൾ നീട്ടി വിളിച്ചു, രായമ്മേ, രായമ്മേ. അപ്പോൾ മെല്ലെ മെല്ലെ ഒരു വലിയ ആമയെപ്പോലെ ഇഴഞ്ഞ് അവർ വരുന്നുണ്ടായിരുന്നു. കറുത്ത കരിമ്പടം പുതച്ച് വിറച്ച് അവ്യക്തമായ ശബ്ദമുണ്ടാക്കി രായമ്മ നിരങ്ങി നീങ്ങി. പിള്ളയുടെ കിടപ്പ് ആ തിമിര കണ്ണുകൾക്ക് സഹിക്കാനാവുന്നതല്ലായിരുന്നു. അവർ ചുട്ടുപൊള്ളുന്ന കൈകൾ കൊണ്ട് അയാളുടെ കനത്ത ശരീരത്തെ ഉയർത്താൻ ശ്രമിച്ചു. കാത്തിരുന്ന ആ സഹായഹസ്തത്തിൻ്റെ മാസ്മരിക ശക്തിയിൽ അയാൾ കൈകൾ കുത്തി ഉയർന്ന് കസേരക്കടിയിൽ നിന്നും നിരങ്ങി മാറി നിലത്തിരുന്നു. മേലുവേദനിച്ചോ? ഞാൻ തടവിത്തരാം. തൻ്റെ പുറത്ത് പരുവരുത്ത പൊള്ളുന്ന കരങ്ങളുടെ ദുർബലമായ തലോടലേറ്റ് അതുവരെ അനുഭവിക്കാത്ത നിർവൃതിയിൽ ഈശ്വരപിള്ള ഇരുന്നു പോയി. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ തന്നെ എടുത്തു വളർത്തിയ കൈകളാണതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അമ്മേ, അയാൾ അറിയാതെ വിളിച്ചുപോയി. മുഖമില്ലാത്ത വൃദ്ധയെ അയാൾ എല്ലാം മറന്ന് സ്പർശിച്ചു. സ്വയം അറിയാതെ അയാൾ ആ മുഖമെടുത്ത് തൻ്റെ മടിയിൽ വെച്ചു. കടുത്ത പനിയിൽ വിറയ്ക്കുന്ന മുഖം ആദ്യമായി അയാൾ ശ്രദ്ധിച്ചു നോക്കി. കരി പിടിച്ച് ഛായ നഷ്ടപ്പെട്ടിരുന്നു അതിന്. പെട്ടെന്ന് വൃദ്ധ അസ്വാഭാവികമായി ഒന്ന് പിടഞ്ഞു. കണ്ണുകൾ മറഞ്ഞു. വരണ്ട ചുണ്ടുകൾ ദാഹജലത്തിനായി കേണു. ആ വീട്ടിൽ കുടിവെള്ളം എവിടെ എന്ന് ഈശ്വരപിള്ളയ്ക്ക് അറിയില്ല. ദാഹാർത്ഥമായ തൊണ്ടയിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ അയാൾ ആഗ്രഹിച്ചു. ഒരു വാഹനം സംഘടിപ്പിച്ച് രായമ്മയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുവാൻ അയാൾ ആശിച്ചു. പക്ഷേ ഈശ്വരപിള്ളയ്ക്ക് എങ്ങനെ അതിനൊക്കെ കഴിയും? കൊച്ചുകുട്ടനെ വിളിച്ചാൽ നടന്നേക്കും. എന്നാൽ അയാളുടെ വീട് എവിടെയാണെന്ന് പിള്ളയ്ക്ക് അറിയില്ല. തനിക്കു നിശ്ചയിക്കപ്പെട്ട കർമ്മം എന്തെന്ന് ഒരിക്കലും തൻ്റെ മുന്നിൽ തെളിഞ്ഞിട്ടില്ലെന്ന് അയാൾ ഓർത്തു. ജന്മനിയോഗം ആരോ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ രായമ്മയുടെ വാക്കുകൾ പിള്ളയുടെ ഓർമ്മയിൽ വന്നു. ഈ തള്ള ചത്താ പിന്നെന്ത് ചെയ്യും? രായമ്മയെ ആശ്രയിക്കാത്ത ഒരു നിമിഷം പോലും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന സത്യം അയാളപ്പോൾ അറിഞ്ഞു. രായമ്മയില്ലാത്ത ലോകത്ത് തനിക്ക് കഴിഞ്ഞുകൂടാനാവില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നറിയാതെ സങ്കീർണമായ ജീവിത സമസ്യയുടെ മുന്നിൽ നിസ്സഹായനായി നിന്നപ്പോൾ കേയി പിള്ളയ്ക്ക് മരണമാണ് തമ്മിൽ ഭേദമെന്ന് ഉൾവിളിയുണ്ടായി. രായമ്മയ്ക്ക് ശേഷം ജീവിക്കാതിരുന്നാൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലെന്ന ആശ്വാസ വഴി അയാൾക്ക് മുന്നിൽ തുറന്നു. എന്നാൽ മരണം എങ്ങനെ സംഭവിപ്പിക്കും? അതിനും ഒരു സഹായം കൂടിയേ കഴിയൂ. ചാരുകസേരയിൽ കിടക്കാൻ കൊതിച്ച് പയ്യൻ ഒരു ദിനം വരുമെന്നയാൾ നിശ്ചയമായും പ്രതീക്ഷിച്ചു. മരണവഴി തുറന്നു തരാൻ പിൻഗാമിയായ അവനെ കഴിയൂ. അപ്പോൾ ഒരു പ്രവചന കാഴ്ച പോലെ കേയി പിള്ളയുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. താനില്ലാത്ത അരങ്ങിൽ ഭൂപട കസേരയിൽ ഒട്ടിക്കിടന്ന് ടെലിവിഷൻ കളി കാണുന്ന പയ്യന്റെ ചിത്രം. രായമ്മ ഊർദ്ധശ്വാസം വലിക്കുകയാണ്. ഇന്ത്യ തകർന്നു കിടക്കുന്നു. ഇന്ത്യയുടെ പുത്രൻ മടിപിടിച്ച മനസ്സിൽ മരണവഴി തേടുന്നു. ഇപ്പോൾ നാം ഉത്കണ്ഠയോടെ ഉറ്റുനോക്കുന്നത് ഒന്നാണ്: ഈശ്വരപിള്ള ഇനി എന്തു ചെയ്യും? കൃതജ്ഞതാ പ്രകടനത്തിനായി ശ്രീ ശശിധരനെ ക്ഷണിച്ചോളും. കറന്റ് ബുക്സിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കഥയുടെ പ്രഭാതം പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത ശ്രീ പ്രശസ്ത കഥാകൃത്ത് ശ്രീ സി വി ബാലകൃഷ്ണനും അധ്യക്ഷത വഹിച്ച കഥാകൃത്ത് ശ്രീ സി വി ശ്രീരാമനും ചെറുകഥ എന്ന സാഹിത്യ സ്വരൂപം അവതരിപ്പിച്ചൂടെ സംസാരിച്ച ശ്രീ ടി എൻ പ്രകാശ്, കഥയുടെ വർത്തമാനം എന്ന വിഷയം അവതരിപ്പിച്ച ശ്രീ വി ആർ സുധീഷ്, കൂടാതെ ഇവിടെ പുതിയ കഥകൾ അവതരിപ്പിച്ച ഹരിദാസ് കരിവള്ളൂർ, കെ പി സുധീര, സുഭാഷ് ചന്ദ്രൻ, കണ്ണൻ കരിങ്ങാട്, ബി എം സോറ, സന്തോഷ് ഏച്ചിക്കാനം, രാമചന്ദ്രൻ, ഇ പി സുകുമാർ, എൻ പി ആഫീസ് മുഹമ്മദ് എന്നിവർക്ക് ഡി സി ഗ്രൂപ്പ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് കറന്റ് ബുക്സിന് വേണ്ടിയും ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവർക്കും ഡി സി ഗ്രൂപ്പ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും കറന്റ് ബുക്സിന് വേണ്ടിയും ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഉച്ചയ്ക്ക് ശേഷം 2:30 തന്നെ കാവ്യ സായാഹ്നം ആരംഭിക്കുന്നതാണ്. കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ബാലേന്ദ്രൻ ചുള്ളിക്കാട്. പ്രൊഫസർ വി മധുസൂദനൻ നായർ അധ്യക്ഷനായിരിക്കും. വിജയലക്ഷ്മി, റഫീഖ് അഹമ്മദ്, ടി പി
എന്നോ ഏലത്തിൻ വള്ളി തളർത്തതെന്നോ എഴുതിയിട്ട വിളക്കെന്നോ ഏഴിലും പാലതൻ പൂവെന്നോ അരുമയായി പെണ്ണു വളർന്നവാറേ അവളെ വർണ്ണിച്ചാരോ പാടി പാടനോ തോന്നിയാക്ഷരം കുറിച്ചു പാടാനും വീഴുതേഴും മറ്റാരും മുടിവലഞ്ഞു തുളസിക്കറിയൊന്നിറും കാണിഞ്ഞു ഉളിയിലക്കരയുള്ള കുടവ ചുറ്റി തളിയിലക്കുമ്പിളുമായി കോവിലിലേക്കവൾ പോകെ എന്റെ ദേവി എന്നുള്ളിൽ പറഞ്ഞതാരോ എസ് ജോസഫ്, റഫീഖ് അഹമ്മദ്, രാഘവൻ അത്തോളി, അരവിന്ദ് കെ എസ് മംഗലം, അക്ബർ, ജയൻ കെ സി തുടങ്ങിയവരാണ്. നമ്മുടെ ഉദ്ഘാടകൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കാസർകോട്ടെ പരിപാടിയിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 1 മിനിറ്റിനുള്ളിൽ അദ്ദേഹം സ്ഥലത്തെത്തിച്ചേരും. നമ്മുടെ യോഗം നമ്മൾ കൃത്യസമയത്ത് ആരംഭിക്കുകയാണ്. അതിനായി ഞാൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഇവിടെ അവസാനിച്ചു. ഇനി യുവ കവികളുടെ അരങ്ങേറ്റമാണ്. ഇതിനുശേഷം 5 മണി മുതൽ നമ്മുടെ സമാപന സമ്മേളനം ടാഗോർ ഹാളിൽ എസ്.കെ. പൊറ്റക്കാട് നഗരി എന്ന് നാം നാമകരണം ചെയ്തിരിക്കുന്ന ടാഗോർ ഹാളിൽ ആവും നടക്കുക. ഈ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെല്ലാവരും ടാഗോർ ഹാളിലേക്ക് എത്തിച്ചേരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇതിൻ്റെ ഉദ്ഘാടകൻ. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ഞാൻ കറന്റ് ബുക്സിൻ്റെ നാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഈ കാവ്യസായാഹ്നത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രൊഫസർ വി മധുസൂദനൻ നായരാണ്. നിങ്ങൾക്കെല്ലാം വളരെ പരിചിതനായ കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയോ വിശേഷിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രീ മധുസൂദനൻ നായരെ ഞാൻ ഈ കാവ്യസായാഹ്നത്തിലേക്ക് കറന്റ് ബുക്സിൻ്റെ നാമത്തിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കവിത അവതരിപ്പിക്കാൻ ഏറ്റിരുന്ന മറ്റൊരാൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കവയിത്രി വിജയലക്ഷ്മിയാണ്. പക്ഷേ വിജയലക്ഷ്മി എത്തിയിട്ടില്ല. കാസർഗോഡ് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവേണ്ടി വന്നതുകൊണ്ട് എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് ഇപ്പോൾ ചുള്ളിക്കാട് പറഞ്ഞു. പിന്നെ ഇതിൽ പങ്കെടുക്കുന്നത് എസ് ജോസഫ്, റഫീഖ് അഹമ്മദ്, അക്ബർ, രാഘവൻ അത്തോളി, അരവിന്ദ് കെ എസ് മംഗലം, ജയൻ കെ സി തുടങ്ങിയ കവികളാണ്. ഇവർക്കെല്ലാവർക്കും ഞാൻ ഈ കറന്റ് ബുക്സിൻ്റെ നാമത്തിൽ ഈ കാവ്യസായാഹ്നത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി
പ്രസംഗം മാത്രമല്ല, ഒരു മനോഹരമായ കവിതകളൂടെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ശ്രീ മധുസൂദനൻ നായരെ ക്ഷണിക്കുന്നു. ആദരണീയരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മധ്യാഹ്നം അല്ലെങ്കിൽ അപരാഹ്നം കവിതയ്ക്കാക്കി നീക്കിവെച്ച കറണ്ട് ബുക്സിൻ്റെ സാരഥികളോട് ഞങ്ങൾ കവികുലത്തിനും കേരളീയർക്കും ഉള്ള കൃതജ്ഞത ആദ്യം പ്രകാശിപ്പിക്കട്ടെ. കോഴിക്കോട് ടൗൺ ഹാൾ ഒരുപാട് കവിതയുടെ സാന്നിധ്യം കൊണ്ട്, ഓർമ്മ കൊണ്ട് ധന്യമാണ്. ഈ ചിത്രങ്ങൾ ഒന്ന് കണ്ണോടിച്ചാൽ അത് മനസ്സിലാവും. ഇത്രയും മാഹാത്മ്യം സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ ഹാൾ ഏറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നത്. ഈ ടൗൺ ഹാളിൽ കാവ്യാത്മകമായ ഒട്ടേറെ സംഭവങ്ങൾ, സന്ദർഭങ്ങൾ, ദൃശ്യങ്ങൾ, ശ്രവ്യങ്ങൾ ഒക്കെ അരങ്ങേറിയിട്ടുണ്ടാവും. കറണ്ട് ബുക്സ് ഒപ്പം DC ബുക്സും ഇവിടെ 2 ദിവസമായി നടത്തിപ്പോരുന്ന പരിപാടികളിൽ ഇന്നലത്തെ കഥകളി, ഇന്നത്തെ കവിസമ്മേളനം, രാവിലെയുള്ള കഥയുടെ പ്രഭാതം, ഈ 3 ചടങ്ങുകൾക്കും അതിൻ്റേതായ ഗൗരവം കൊടുത്തത് ഇവിടുത്തെ ധന്യരായ പക്വമാനസരായ ശ്രോതാക്കളാണ് എന്ന്, പ്രേക്ഷകരാണ്, സദസ്യരാണ് എന്നത് ഇന്നലെയും ഇന്നുമായി എനിക്ക് വളരെ ബോധ്യപ്പെട്ടു. അതായത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അബൂബക്കർ പറയുകയായിരുന്നു, ഫുട്ബോൾ ആയതുകൊണ്ട് ശ്രോതാക്കൾ വളരെ കുറയാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷേ എൻ്റെ വിസ്മയത്തിന് ഒരു അതിരിട്ടുകൊണ്ട് ഇവിടെ വന്നപ്പോൾ തീർച്ചയായിട്ടും സംതൃപ്തി ഉളവാക്കുന്ന മട്ടിലാണ് ഈ സദസ്സ് ദൃശ്യമായിരിക്കുന്നത്. ഏതായാലും നല്ല പ്രാരംഭം. കനമുള്ള വാക്കുകൾക്ക്, ആഴമുള്ള വാക്കുകൾക്ക് നല്ല കാതുകൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ഈ ചടങ്ങ് ഉദ്ദേശിക്കപ്പെട്ട രീതിയിൽ തന്നെ, ആ ക്രമത്തിൽ തന്നെ മുമ്പോട്ട് പോകാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ബാലചന്ദ്രൻ കൃത്യമായി തന്നെ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ അധ്യക്ഷ പ്രസംഗം എന്നത് മാറ്റിവെച്ച് ആദ്യം ആ ക്രമമനുസരിച്ച് മുമ്പോട്ട് പോകത്തക്ക രീതിയിൽ ഈ കവിസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട ബാലചന്ദ്രനെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ചെറിയ കവിത. നഗ്ന സത്യം. കുശീനഗരത്തിൽ നിന്നും വടക്കോട്ടു നീണ്ടു പാത, കടുകുപാടങ്ങളുടെ നടുവിലൂടെ, കുശീനഗരത്തിൽ നിന്നും വടക്കോട്ടു നീണ്ടു പാത, കടുകുപാടങ്ങളുടെ നടുവിലൂടെ, കവി
കപിലവാസ്തുവിലേക്ക് കാൽനട പോകുന്ന ഭിക്ഷു കനലെരി വെയിലത്ത് തളർന്നുപോയി. കപിലവാസ്തുവിലേക്ക് കാൽനട പോകുന്ന ഭിക്ഷു കനലെരി വെയിലത്ത് തളർന്നുപോയി. പുല്ലുമേഞ്ഞ കുടിലൊന്നിൻ മുന്നിലെത്തി നിന്നു. ചുറ്റുമില്ലൊരാളും ഉള്ളിലേക്കു നോക്കി വിളിച്ചു. പുല്ലുമേഞ്ഞ കുടിലൊന്നിൻ മുന്നിലെത്തി നിന്നു. ചുറ്റുമില്ലൊരാളും ഉള്ളിലേക്കു നോക്കി വിളിച്ചു. ജീവിതത്തിൻ ഗൂഢസത്യം തേടും ലോകപാന്തനീ ഞാൻ. ദാഹം മാറ്റാൻ ഒരു കുമ്പിൾ ജലം തരണേ. ജീവിതത്തിൻ ഗൂഢസത്യം തേടും ലോകപാന്തനീ ഞാൻ. ദാഹം മാറ്റാൻ ഒരു കുമ്പിൾ ജലം തരണേ. കുടിലിനകത്തു നിന്നും കുയിലൊച്ച പോലെ ഒരു തരുണി തൻ മറുമൊഴി ഒഴുകി വന്നു. കുടിലിനകത്തു നിന്നും കുയിലൊച്ച പോലെ ഒരു തരുണി തൻ മറുമൊഴി ഒഴുകി വന്നു. നാണം മറയ്ക്കുവാൻ ഒരു കീറത്തുണി പോലുമില്ല. ഞാനെങ്ങനെ മുന്നിൽ വന്ന് വെള്ളം തരേണ്ടു? നാണം മറയ്ക്കുവാൻ ഒരു കീറത്തുണി പോലുമില്ല. ഞാനെങ്ങനെ മുന്നിൽ വന്ന് വെള്ളം തരേണ്ടു? പരക്ലേശ വിവേകിയാം ശരണസഞ്ചാരിയുടെ മിഴിയിൽ വൈശാഖ സൂര്യൻ കരിഞ്ഞുപോയി. പരക്ലേശ വിവേകിയാം ശരണസഞ്ചാരിയുടെ മിഴിയിൽ വൈശാഖ സൂര്യൻ കരിഞ്ഞുപോയി. നിങ്ങളുടെ അനുവാദത്തോടെ ഈ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി. ഇനി ശ്രീ എസ് ജോസഫ്. ബഹുമാനപ്പെട്ടവരെ, കവിതയുടെ പേര് കുളം. പുല്ലുകൾ ചവിട്ടേറ്റ് കുഞ്ഞു സൂര്യന്മാരാകും. പുല്ലുകൾ ചവിട്ടേറ്റ് കുഞ്ഞു സൂര്യന്മാരാകും. നനഞ്ഞു കേറും വെള്ളം മണ്ണിടിച്ചിടും. നനഞ്ഞു കേറും വെള്ളം മണ്ണിടിച്ചിടും. ഒരു കൊളാമ്പിപ്പൂവിൻ നിറം പോകുമേ. ഒരു കൊളാമ്പിപ്പൂവിൻ നിറം പോകുമേ. വെള്ളത്തിൻ്റെ അടിയിലൊരു പാറ, പായലിൻ പച്ച. പരൽ മീനുകൾ പച്ചയ്ക്കുള്ളിൽ കേറുന്നു ഇറങ്ങുന്നു. പുല്ലുകൾ ചവിട്ടേറ്റ് കുഞ്ഞു സൂര്യന്മാരാകും. നനഞ്ഞു കേറും വെള്ളം മണ്ണിടിച്ചിടും. ഒരു കൊളാമ്പിപ്പൂവിൻ നിറം പോകുമേ. വെള്ളത്തിൻ്റെ അടിയിലൊരു പാറ,
പായലിൻ പച്ച പരൽ മീനുകൾ പച്ചയ്ക്കുള്ളിൽ കേറുന്നു ഇറങ്ങുന്നു. ചാറുന്ന മഴ ചെറുവട്ടങ്ങൾ വരച്ചിട്ടു. ചാറുന്ന മഴ ചെറുവട്ടങ്ങൾ വരച്ചിട്ടു. പാറുന്ന വെയിൽ നേരെ കുളത്തിനടി തൊട്ടു. പാറുന്ന വെയിൽ നേരെ കുളത്തിനടി തൊട്ടു. മേയുന്ന പശു വന്നു വെള്ളവും കുടിച്ചുപോയി. മേയുന്ന പശു വന്നു വെള്ളവും കുടിച്ചുപോയി. ഒരിക്കൽ അതിലൊരു കുട്ടി വീണ് ഉറക്കമായി. ഒരിക്കൽ അതിലൊരു കുട്ടി വീണ് ഉറക്കമായി. അവനെ തന്നെ നോക്കിയിരുന്നു തവളകൾ. അവയെ തന്നെ നോക്കിയിരുന്നു നീർക്കോലിയും. അവനെ തന്നെ നോക്കിയിരുന്നു തവളകൾ. അവയെ തന്നെ നോക്കിയിരുന്നു നീർക്കോലിയും. അവന്റെ ചുറ്റും കുറെ കാക്കകൾ പറക്കുന്നു. അവന്റെ ചുറ്റും കുറെ കാക്കകൾ പറക്കുന്നു. കാറ്റിലെ മരം കച്ച പുതപ്പിച്ച് അകലുന്നു. അവന്റെ ചുറ്റും കുറെ കാക്കകൾ പറക്കുന്നു. കാറ്റിലെ മരം കച്ച പുതപ്പിച്ച് അകലുന്നു. തലയ്ക്ക് ചുറ്റും ഒരു ചന്ദ്രനുമുദിക്കുന്നു. തലയ്ക്ക് ചുറ്റും ഒരു ചന്ദ്രനുമുദിക്കുന്നു. ശിശിരം ഇല കൊണ്ട് മൂടുമിക്കുളത്തെയും. ശിശിരം ഇല കൊണ്ട് മൂടുമിക്കുളത്തെയും. നന്ദി. ശ്രീ റഫീഖ് അഹമ്മദ്. കവിതയുടെ പേര് ശ്വാസം. ഒരു ദിവസം ദൈവം എൻ്റെ ശ്വാസം തട്ടിപ്പറിച്ചെടുത്തു. ഒരു ദിവസം ദൈവം എൻ്റെ ശ്വാസം തട്ടിപ്പറിച്ചെടുത്തു. ഓടിയോടി ഒരു ഇലഞ്ഞിമരത്തിൻ്റെ എത്താക്കൊമ്പത്ത് ഒളിച്ചു വച്ചു. പിറകെ ഓടി മരത്തിൽ ഏന്തി വലിഞ്ഞു കയറി ഞാനത് തിരിച്ചെടുത്തു. ചന്ദ്രനോളം പൊക്കമുണ്ടായിരുന്നു മരത്തിന്. മേഘങ്ങൾക്കിടയിലായിരുന്നു ചില്ലകൾ. ചന്ദ്രനോളം പൊക്കമുണ്ടായിരുന്നു മരത്തിന്. മേഘങ്ങൾക്കിടയിലായിരുന്നു ചില്ലകൾ. പൗരാണികവും ജരബാധിതവുമായ തവിട്ടുമുഖമാണ് ചന്ദ്രനെന്ന് ഞാൻ കണ്ടു. പൗരാണികവും ജരബാധിതവുമായ തവിട്ടുമുഖമാണ് ചന്ദ്രനെന്ന് ഞാൻ കണ്ടു. മേഘങ്ങൾക്ക് ഇളം ചൂടുണ്ടെന്ന് അറിഞ്ഞു. ഗന്ധങ്ങൾ എത്ര ക്രൂരമെന്ന്. മേഘങ്ങൾക്ക് ഇളം ചൂടുണ്ടെന്നറിഞ്ഞു. ഗന്ധങ്ങൾ എത്ര ക്രൂരമെന്ന്. ശ്വാസവും ചുമന്ന് തിരിച്ചെത്തുമ്പോൾ ഞാൻ വല്ലാതെ കിതച്ചിരുന്നു. പിന്നീടൊരിക്കൽ ദൈവം എൻ്റെ ശ്വാസം തട്ടിയെടുത്ത് അകലെ പർവ്വതത്തിൻ്റെ മുകളിൽ ഉരുട്ടിക്കയറ്റി വെച്ചു. പിന്നീടൊരിക്കൽ ദൈവം എൻ്റെ ശ്വാസം തട്ടിയെടുത്ത് അകലെ പർവ്വതത്തിൻ്റെ മുകളിൽ ഉരുട്ടിക്കയറ്റി വെച്ചു. ഓടിയും വീണും എഴുന്നേറ്റും മലമുകളിലെത്തി ഞാനത് വീണ്ടെടുത്തു. ഓടിയും വീണും എഴുന്നേറ്റും മലമുകളിലെത്തി ഞാനത് വീണ്ടെടുത്തു. അവിടെ രാത്രികളുടെ ഉറവ ഞാൻ കണ്ടു. കാറ്റുകളെ പ്രസവിക്കുന്ന പ്രാചീനമായ പങ്കയിൽ. അവിടെ രാത്രികളുടെ ഉറവ ഞാൻ കണ്ടു. കാറ്റുകളെ പ്രസവിക്കുന്ന പ്രാചീനമായ പങ്കയിൽ. പിന്നെയും ഇടയ്ക്കിടെ ദൈവം എൻ്റെ ശ്വാസം ഒളിച്ചു വെച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആസ്തമ എനിക്ക് പലതും വെളിപ്പെടുത്തി തന്നു.
രാത്രിയുടെ ആഴത്തിൽ ഉറക്കച്ചടവുള്ള നക്ഷത്രങ്ങൾ കണ്ണിറുക്കി പറയുന്നത്, ഇലകളുടെ കൂർക്കം വലി, നിലാവ് കടലുമായി ചെയ്യുന്നത്, പൂച്ചയുടെ രഹസ്യ സഞ്ചാരങ്ങൾ, മണ്ണിനടിയിൽ ഉറവകൾ ദിശ മാറ്റുന്നത്, ശ്വാസമാണെൻ്റെ വേരുകൾ എന്ന്, അല്ലെങ്കിൽ ശ്വാസത്തിന്മേൽ ഘടിപ്പിക്കപ്പെട്ട ഒരിലയാണ് ഞാനെന്ന്, ഗന്ധം കാലമാകുന്നു എന്ന്. ആസ്തമ എനിക്ക് പലതും വെളിപ്പെടുത്തി തന്നു. രാത്രിയുടെ ആഴത്തിൽ ഉറക്കച്ചടവുള്ള നക്ഷത്രങ്ങൾ കണ്ണിറുക്കി പറയുന്നത്, ഇലകളുടെ കൂർക്കം വലി, നിലാവ് കടലുമായി ചെയ്യുന്നത്, പൂച്ചയുടെ രഹസ്യ സഞ്ചാരങ്ങൾ, മണ്ണിനടിയിൽ ഉറവകൾ ദിശ മാറ്റുന്നത്, ശ്വാസമാണെൻ്റെ വേരുകൾ എന്ന്, അല്ലെങ്കിൽ ശ്വാസത്തിന്മേൽ ഘടിപ്പിക്കപ്പെട്ട ഒരിലയാണ് ഞാനെന്ന്, ഗന്ധം കാലമാകുന്നു എന്ന്. ആരും ശ്വാസത്തെ അറിയുന്നില്ലല്ലോ എന്ന് ഞാൻ ഗൂഢമായി ചിരിച്ചു. ആരും ശ്വാസത്തെ അറിയുന്നില്ലല്ലോ എന്ന് ഞാൻ ഗൂഢമായി ചിരിച്ചു. രോഗത്തിൻ്റെ ഇത്തരം ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞിട്ടാവാം ദൈവം പിന്നെ എന്നെ കളിപ്പിക്കാതായി. രോഗത്തിൻ്റെ ഇത്തരം ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞിട്ടാവാം ദൈവം പിന്നെ എന്നെ കളിപ്പിക്കാതായി. ഇന്നാളൊരിക്കൽ ജനലരികിൽ വന്നിട്ട് അങ്ങോര് പറഞ്ഞു, ഒരിക്കൽ കൂടി ഞാൻ നിന്റെ ശ്വാസം തട്ടിപ്പറിക്കും. ഇന്നാളൊരിക്കൽ ജനലരികിൽ വന്നിട്ട് അങ്ങോര് പറഞ്ഞു, ഒരിക്കൽ കൂടി ഞാൻ നിന്റെ ശ്വാസം തട്ടിപ്പറിക്കും, പിന്നെ ഒരിക്കലും നിനക്കത് തിരിച്ചു തരികയില്ല. ഇനി 4 കവികൾ കൂടെ കവിത അവതരിപ്പിക്കാനുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ ചുള്ളിക്കാട് വീണ്ടും ഒരു കവിത കൂടെ അവതരിപ്പിക്കും എന്ന് നിങ്ങളെ അറിയിക്കാൻ സന്തോഷമുണ്ട്. പിന്നെ ഉപസംഹാരമായി നമ്മുടെ അധ്യക്ഷൻ വി മധുസൂദനൻ നായർ അദ്ദേഹത്തിൻ്റെ കവിതയും അവതരിപ്പിക്കുന്നതാണ്. അടുത്തതായി കവിത അവതരിപ്പിക്കുവാൻ ശ്രീ രാഘവൻ അത്തോളിയെ ക്ഷണിക്കുന്നു. എൻ്റെ ചെറിയ കവിത വായിക്കുന്നത്. അറിവിനുറവുകൾ നിലയ്ക്കാതിരിക്കുവാനും കവിയും ചിത്രകാരനുമായി ഈ നഗരത്തിലൊക്കെ അലഞ്ഞു നടന്നിട്ടും ഒരിക്കൽ പോലും കാണാനോ അറിയാനോ പറ്റാതെ മരിച്ചുപോയ ടി ഗുഹന് ഒരു കരിമ്പൂതം കുടിച്ചു വറ്റിക്കുന്ന കടലിരമ്പങ്ങൾ ഉള്ളിൽ തിളച്ചുകൊണ്ട് അണികളില്ലാതെ നായകനായവൻ. ഒരു കരിമ്പൂതം കുടിച്ചു വറ്റിക്കുന്ന കടലിരമ്പങ്ങൾ ഉള്ളിൽ തിളച്ചുകൊണ്ട് അണികളില്ലാതെ നായകനായവൻ. ഒരു മഴക്കാറ്റ്, വെയിൽക്കാട് കത്തുന്ന പുസ്തകക്കൂട്ടം, കരിയുന്ന ജീവിതം, നെറിവുകെട്ട നേരങ്ങൾ, നിരത്തിന്റെ നിറവിശുദ്ധികൾ, നാറ്റക്കുഴികളിൽ വാറ്റുചാരായ വേഴ്ചകൾ, വേണ്ടാത്ത രതിവിചാരങ്ങൾ അന്യം നടന്നവൻ. ജൂതവെറികൾ, ചതിച്ചെറിഞ്ഞമ്പുകൾ, ജാതകക്കുറിയില്ലാത്ത യാതനാ ജീവിത കൊയ്ത്തുപാടങ്ങളിൽ കണ്ണുനീരുപ്പും ചോരയും വേർപ്പുമായി മർത്യദുഃഖങ്ങൾ മാറ്റി സഹോദരവാക്യമൊക്കെയും സംഗീതമാക്കുന്ന ദർശനങ്ങൾ കടിപ്പെട്ട ഗോത്രങ്ങൾ. കണ്ണുനീരുപ്പു ചോരയും വേർപ്പുമായി മർത്യദുഃഖങ്ങൾ മാറ്റി സഹോദരവാക്യമൊക്കെയും സംഗീതമാക്കുന്ന ദർശനങ്ങൾ കടിപ്പെട്ട ഗോത്രങ്ങൾ. ജാതിരീതിയാൽ വേട്ടയാടപ്പെട്ട സത്യമായ ചരിത്രങ്ങൾ, അതിനീച ചിന്തയെന്ന് ചുരത്തി എറിഞ്ഞവർ. അറിവ് തീണ്ടാത്ത കുലജാതരൊക്കെയും പൊതുവഴിയെ നടക്കുവാൻ ആദ്യമായി വില്ലുകൊണ്ടി സമരം നയിച്ചതും, വിദ്യ നേടുവാൻ ആദ്യത്തെ കാർഷിക ലഹള വിജയിച്ചതറിയാത്ത ദർശനം, മനുവാദ ബ്രാഹ്മണീയങ്ങൾ ജാതി കുശുമ്പിനാൽ നീചരാക്കി അകറ്റിയ കൂട്ടരെ ഒരു വിമോചന സ്വപ്നവും സത്യവും സഹജരായിട്ടറിഞ്ഞില്ല എന്ന നേർക്കാഴ്ച പോലും നിഷേധിച്ച യൗവനം. ഒരു വിമോചന പോരിനണികളെ തുല്യരാക്കണം സാമൂഹ്യ നീതികൾ എന്നറിയാത്ത ജന്മങ്ങൾ എത്രയോ പുത്രരെ കൊന്നു തിന്നെന്നറിവുകൾ. കൊന്നതാരുമാകാം, ചത്തതെപ്പോഴും നീതി കിട്ടാത്ത നാടിന്റെ ഉണ്ണികൾ. നാം ഒരേ
പറഞ്ഞതും കേട്ടതും നമ്മൾ അതിശൂദ്ര ഭാഷ മലയാളമായി അമ്മ ഭാഷകൾ തല്ലിയുടച്ചവർ. മുട്ടിറക്കി ഉടുക്കുവാൻ മുണ്ടുകൾ, മാറി മൂടുവാനാകാതെ രാപ്പകൽ, പാടശേഖരം വെപ്പാൽ നനച്ചുകൊണ്ട് അന്നമായി വേവുന്നൊരമ്മമാർ. അവരെ ഓർക്കാത്ത പോസ്റ്റ് മോഡലുകൾ കൊണ്ടു കാലം മലിനമാകുമ്പോഴും നീ അറിയാത്ത വഴികൾ നടന്നിവൻ. നിഴല് പോലും നിരോധിച്ച ജീവിത കടവു തോണിയിൽ പങ്കായമില്ലാതെ കഥനമാരികൾ കത്തുന്ന കടലിന്റെ കണ്ണിലേക്ക് ആത്തു പായുന്ന തീവണ്ടി മുറികളിൽ നിന്നടങ്ങാത്ത നോവുമായി മൺമറഞ്ഞ പിതൃക്കൾ നിലവിളിച്ചലറിയെത്തുന്നു. നിനക്ക് ഞാൻ വയറു കായുന്ന മക്കളോടൊപ്പം ഈ കരുണയിച്ചിച്ച പന്തം കവിതയായി കുത്തി നിർത്തുന്നു. കരളുകൾ ചുരത്തുന്ന ചോരകൾ കൊണ്ട് തിരിച്ചറിയാൻ അവർ ചോരപ്പരിശം പുരവിചാരങ്ങളാൽ തീരമെല്ലാം തിരിച്ചവക്കും വരെ താരമായി തിരിച്ചു നിൽക്കുന്നു നീ. ചാരഞങ്ങളും മണ്ണിന്റെ ഉണ്ണികൾ. ശാന്ത പറയുമ്പോൾ കടമ്പന്റെ ശാന്തല്ല, ദുരന്തത്തിന്റെ പെങ്ങളെ ശാന്ത ടീച്ചറാണ്. ശാന്ത പറയുന്നത് ഒരു കടലുള്ളിൽ തിരകളിളക്കി തരിമണലുഴുതു മറിച്ച് മനത്തിൻ കോട്ടകൾ തട്ടിയുടച്ചു തുടച്ചു മിനുക്കിയ തീരം തേടി നടപ്പൂകാലം. കാമിനി മിഴിനീരായിക്കൊപ്പം നെഞ്ചിൻ കപ്പലിലേറി പുതുതീരങ്ങൾ തിരഞ്ഞ് പല രാഗങ്ങളെറിഞ്ഞ് പിണങ്ങിപ്പോകും പുഴയുടെ കയ്യുക നീട്ടി വിളിച്ച് നിരാത്തിരി പോലെ കണ്ണിലൊരാഴക്കടലിടറുന്നു. പകലത്തേതോകും നിന്മണ്ട കരിഞ്ഞ് പിഴിഞ്ഞൊഴുകും ചില നീരാറുകളിൽ ചുടലത്താരം ചടുലപദങ്ങൾ കിടമ്പുകളാറാട്ടാനയ്ക്കൊപ്പം തർപ്പണവേലകൾ വലിച്ചോറുളകൾ ഉച്ചവരെല്ലാം നീട്ടി വിളിച്ചു കരഞ്ഞു മുഖം കൂർപ്പിച്ചു പിരിഞ്ഞ് പോകും പുഴയുടെ വരവിനുകാതെന്നും കടലിളകുന്നു. പാതകശീലുകൾ ചോരകൾ ഒഴുകും തലകൾ ചേരകൾ പുണരും കരകൾ കാരന്മാരുടെ കാവേറടികൾ ചാകര കൊയ്ത്തു നിരത്തിയ കാവാകന്റെ ചരിത്രക്കുറികൾ ചാണകമോന്തകൾ പറളികരിഞ്ഞ നിലങ്ങൾ വക്കാലത്തുകൾ വാക്കിൻ വാടകമുറികൾ കടവിലുറങ്ങും നോമ്പുകൾ കരകളിലെല്ലാം കർത്താവിന്റെ വിരൽപ്പാടിൽ ചില കാമുകരകൾ കോരിയറിഞ്ഞ കനൽ കൂട്ടങ്ങൾ വഴികൾ ഉടഞ്ഞു നിലാവിൻ തോണിയിലവളറിയുന്ന വികാരച്ചുരുളുകൾ കൂട്ടിയെടുത്ത നിലാവിൻ നിഴൽ വീഴാത്ത നടപ്പാതകളിൽ നട്ടപ്പാതിര നേരത്തേതോ കാമുകനോട് വിരക്തിയിലാവുകൾ ചാടി മരിച്ച മരത്തില്ലകളിൽ നത്തുകൾ നായെന്നു കരഞ്ഞതു മിച്ചം. കടലൊരു കനകക്കനിയാകുന്നു, അവളൊരു കഥനപ്പൊരുളാകുന്നു. കടലൻ കാമിനി അഴലിളകുന്ന മുടിച്ചുരുളുകളിൽ തിരകൾ ഒളിക്കും യാമിനി. കടലൊരു കാലപുരുഷൻ അരുവികൾ നദികൾ നാണമെഴാതെ പുറമുരമിച്ചു മതിച്ചു ഇരാക്കാൻ മൂടിയടുക്കും കാമിനിമാർ മാറിലണച്ചു വലിച്ചെറിയുന്നു പുതിയവളോട് ശയിക്കാൻ. പുഴകൾ പുണ്യം പൂത്തു നരച്ചു കരഞ്ഞു ലയിക്കുന്നു പുതുനാരീമണികൾ. ജീവിത സത്യം ചിരകാലത്തെ തപത്തിൻ ഫലമതു കണ്ടു മതിച്ചണയുന്നതു മിച്ചം. കടലൊരു വിടനായി ഓരോ കുറിയും പുതിയ വളത്തേടുന്നു. അവളുടെ ജീവിത വഴിയിൽ കരളിലെ ഉരുളൻ കല്ലുകൾ കാടിൻ നെഞ്ചിലെ ശിഷ്ടതരുക്കൾ കട്ടുപുജിച്ചു വലിച്ചെറിയുന്ന ചരക്കുകൾ ദൂരത്തേക്ക് വലിച്ചെറിയുന്നു. മരുത്തുകളാടെ തുരുത്തുകൾ തീയിൽ നടന്നു വിശിത്തി തെളിച്ചവൾ പുഴകൾ പക്ഷേ വിലപിച്ചെന്നും കടലിൻ തിരകളിൽ ഇഴയുന്നുണ്ടിത് ജീവിതമല്ലാതെന്ത്. ശാന്ത മനസ്സിൻ തിരകളിൽ തിരശീലകൾ കീറി വികാരത്തുള്ളികൾ പ്രാപിക്കാനായ നേരം എന്റെ ശിലാതല ചിന്തകളിൽ നീ ശീലാവിയാകുന്നു. ചിരകാലത്തെ പ്രണയിനി നിന്നിലൊരിക്കലലിഞ്ഞുരമിക്കാൻ
ഞാനൊരു കുമ്പിൽ കോരി അകത്ത് മൺചുമരിന്മേൽ തൂക്കിയിടുന്നു. നിന്നെ പോലെ നിരന്തര പ്രണയം നൽകി നിന്നെ ജയിക്കാൻ, നിന്നെ വരിക്കാൻ. ഒരു കടലുള്ളിൽ കത്തും മലകളിൽ നിന്ന് കുതിച്ചോടുന്ന നിരാശത്തോണിയിൽ നിന്റെ കയത്തിൻ ശാഖികളിന്മേൽ വിരഹിണി സന്ധ്യകൾ ഞാന്നു കിടക്കും നേരം ഞാൻ ഈ കരയിലിരുന്ന് മണലിൽ തോൽവികൾ എഴുതി രസിക്കും. കുസൃതി കുഞ്ഞാകുന്നു, കടലോർമ്മകളിൽ കനലുറയുന്നു, കനലോർമ്മകളിൽ കടലിടറുന്നു. നന്ദി. അടുത്ത കവിത അവതരിപ്പിക്കുന്നത് അരവിന്ദ് KS മംഗലം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് തമസോമ. നീ വരുന്നുവോ നെഞ്ചിൽ കുറുകി പ്രാക്കൾ, കണ്ണിലാതിരാ നക്ഷത്രപ്പൂം തെളി തെന്നലിൽ താളം. നീ വരുന്നുവോ നെഞ്ചിൽ കുറുകി പ്രാക്കൾ, കണ്ണിലാതിരാ നക്ഷത്രപ്പൂം തെളി തെന്നലിൽ താളം. നൊന്തുറങ്ങിയ വീണക്കമ്പിയിൽ സ്വരമേളം, അന്തരാത്മാവിൽ ആനന്ദാമൃതത്തിരത്താളം. നീ വരുന്നുവോ നെഞ്ചിൽ കുറുകി പ്രാക്കൾ, കണ്ണിലാതിരാ നക്ഷത്രപ്പൂന്തെളി തെന്നലിൽ താളം. നൊന്തുറങ്ങിയ വീണക്കമ്പിയിൽ സ്വരമേളം, അന്തരാത്മാവിൽ ആനന്ദാമൃതത്തിരത്താളം. ഓർമ്മയിലോളങ്ങളിൽ തേങ്ങിടും മനസ്സിലെ താളമായി താളം തെറ്റും താരാട്ടായവൻ വീണ്ടും. ഓർമ്മയിലോളങ്ങളിൽ തേങ്ങിടും മനസ്സിലെ താളമായി താളം തെറ്റും താരാട്ടായവൻ വീണ്ടും. വരവായി നിലാവിൻ്റെ ഇടനാഴിയിൽ മുഖമിരുളും വഴിക്കണ്ണിൽ തെളിയാത്തിരിനാളം. ഇടറും മനസ്സിൻ്റെ തേങ്ങലായൊരു വിളി, മുറിവായി നിണം വാർന്ന കനവായി മറുവിളി. എവിടെ വെളിച്ചത്തിൻ തിരിവെട്ടമായി കാലമിരുളും കണ്ണിൽ കാണാ സ്വപ്നമായവൻ വീണ്ടും. ഉറക്കം ഞെട്ടി നെഞ്ചിൽ പിടയും കിളി, രാവിന്നഴലിൽ വിരഹത്തിൻ നോവുമായകലുന്നു. ഉറക്കം ഞെട്ടി നെഞ്ചിൽ പിടയും കിളി, രാവിന്നഴലിൽ വിരഹത്തിൻ നോവുമായകലുന്നു. അരികിൽ നിലയില്ലാ കയങ്ങൾ കണ്ണീർത്തടം, തളരും മിഴികളിൽ നിഴലായവൻ വീണ്ടും. ഓർമ്മകൾ താളം തെറ്റും ഓർമ്മകൾ കങ്ങേ പുറത്തോണവയിലെളിപൂലി ഓടിമായുന്നു കാലം. ഓർമ്മകൾ താളം തെറ്റും ഓർമ്മകൾ കങ്ങേ പുറത്തോണവയിലൊളി പോലെ ഓടിമായുന്നു കാലം. നീ വരുന്നുവോ നെഞ്ചിൽ കുറുകും കിനാക്കളെ, വീണുറങ്ങുക നോവായഗ്നിയായുരുകുക. നാളകൾ നീളും വ്യഥ നീറുമോർമ്മകൾ നീന്തും നാളകൾ നീളും വ്യഥ നീറുമോർമ്മകൾ നീന്തും. ശാപസാഗരമധ്യം താണ്ടുവാനിനി ദൂരം. ഒരു കൈത്താങ്ങില്ലാതെ ഇടറും പാദം, കണ്ണിൽ നരയ്ക്കും സൂര്യൻ മങ്ങിമറയും മായക്കാഴ്ച. ദൂരവേ പുകമഞ്ഞിൻ പടലം, മതം പെയ്തരാവുകൾ, കാലുഷ്യത്തിൻ മൃഗയാ വിനോദങ്ങൾ. ആരവങ്ങളിലാർപ്പുവിളിയിൽ കൊലക്കത്തി പാണി
ആരവങ്ങളിലാർപ്പു വിളിയിൽ കൊലക്കത്തി പാളി വീണുലയുന്ന പാഴ്മരമാകും ജന്മം. ദൂരവേ പുകമഞ്ഞിൻ പടലം, മദം പെയ്തരാവുകൾ, കാലുഷ്യത്തിൻ മൃഗയാ വിനോദങ്ങൾ. ആരവങ്ങളിലാർപ്പു വിളിയിൽ കൊലക്കത്തി പാളി വീണുലയുന്ന പാഴ്മരമാകും ജന്മം. ആരുടെ നിലവിളി, ആരുടെ കണ്ണീർ, നാളെ ആരുടെ ചോര കൊലച്ചിരിയിൽ പതിയുന്നു. ആരുടെ നിലവിളി, ആരുടെ കണ്ണീർ, നാളെ ആരുടെ ചോര കൊലച്ചിരിയിൽ പതയുന്നു. ആരവം നിലയ്ക്കുമ്പോൾ ഒഴുകും കണ്ണീർ പുഴ, നീന്തുവാൻ മൺകോലങ്ങൾ മാത്രമാണിനിയെങ്ങും, മാത്രമാണിനിയെങ്ങും.